പ്രധാനമന്ത്രി നരേന്ദ്രമോദി OBC കാരനാണല്ലോ, രാംനാഥ് കോവിന്ദ് ദളിതനാണല്ലോ, അബ്ദുള്ള കുട്ടി മുസ്ലിമാണല്ലോ, ആരിഫ് മുഹമ്മദ് ഖാൻ മുസ്ലിമാണല്ലോ എന്ന് ചോദിക്കും. നിങ്ങൾക്കാവണോ BJP? നിങ്ങൾക്കാവാം. ഞാൻ നേരത്തെ പറഞ്ഞത് ശ്രദ്ധിക്കണം. രണ്ടേ രണ്ട് വഴികളെയുള്ളൂ. അതിലാദ്യത്തെ വഴി തേടിയവരാണ് രാംനാഥ് കോവിന്ദ് മുതൽ ആരിഫ് മുഹമ്മദ് ഖാൻ വരെയുള്ളവർ. ഏതാണ് ആ വഴി? ഇവരുടെ സാംസ്കാരിക സ്വത്വത്തിൽ ലയിച്ചു ചേരണം, അവരായി മാറണം. രണ്ട്, അവരുടെ സിദ്ധാന്തങ്ങളും അവരുടെ ചാതുർവർണ്ണയവും അതുപോലെ അംഗീകരിക്കണം. എങ്കിൽ നിനക്ക് ഇവിടെ തുടരാം, ഒരു സംശയമില്ല. നിനക്ക് ഇവിടെ തുടരാം. രാംനാഥ് കോവിന്ദ് തുടരാം, അബ്ദുള്ള കുട്ടിക്കാകാം, ആരിഫ് മുഹമ്മദ് ഖാനാകാം, നാളെ നിങ്ങൾക്ക് ആർക്കെങ്കിലും നോക്കാം. പക്ഷെ നീയായി പറ്റും. മാറ്റിപ്പായിക്കപ്പെട്ട തൊഴിലാളികൾ നോക്കൂ, നിങ്ങൾ ഇന്ത്യൻ സാഹചര്യത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും എങ്ങനെയാണ് ആസാദി മുദ്രാവാക്യം ഉണ്ടാകുന്നത്, എങ്ങനെയാണ് ജിഗ്നേഷ് മേവാനി സമര മുന്നണിയിലേക്ക് കടന്നു വരുന്നത്, എങ്ങനെയാണ് ഉനയിലെ ദളിതർ സമര മുദ്രാവാക്യമായി മാറുന്നത്. ഓരോ മനുഷ്യനും സമരമാകുന്നത് എങ്ങനെ? അനുഭവിച്ച ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്നായിരുന്നു. പൊള്ളുന്ന ജീവിത യാഥാർത്ഥ്യങ്ങൾ, തകർന്നടിഞ്ഞു പോയ കാർഷിക മേഖല, വിവേചനങ്ങൾ, മതപരമായ വിവേചനം. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ ബിൽക്കിസ് ബാനുവിനെ? ആരായിരുന്നു ബിൽക്കിസ് ബാനു? ഗുജറാത്ത് വംശഹത്യയുടെ കാലത്ത് വേട്ടയാടപ്പെട്ടവരുടെ പേരാണ് ബിൽക്കിസ് ബാനു. ബിൽക്കിസ് ബാനുവിന്റെ കഥനകഥയുണ്ട്. മലയാള മനോരമയുടെ മാധ്യമപ്രവർത്തകനായ മനോരമയിൽ ഇപ്പോഴും ജോലി ചെയ്യുന്ന മോഹൻലാലും, കൃഷ്ണൻ മോഹൻലാൽ എഴുതിയ അനുഭവം കുറിപ്പുണ്ട്. ഗുജറാത്ത് സന്ദർശനത്തിനു ശേഷം ലഭിക്കും ആ പുസ്തകം വായിക്കണം. ഒരു മനുഷ്യൻ നഗ്നനായിരിക്കുന്നു മുൻപിൽ, അവരുടെ മുൻപിൽ ആ സമരപ്പന്തലിൽ നിരത്തി വെച്ചിരിക്കുന്നത് മനുഷ്യന്റെ എല്ലിൻ കഷണങ്ങളാണ്, അസ്ഥികൂടങ്ങളാണ്, തലയോട്ടികളാണ്. ഓരോ തലയോട്ടിയും ചൂണ്ടി അവർ പറയും അതാരുടെ തലയോട്ടിയാണെന്ന്. ഓരോ അസ്ഥികൂടവും ചൂണ്ടി അവർ പറയും ഇതാരുടെ അസ്ഥി കഷണങ്ങളാണെന്നാണ്. അവരുടെ ഉറ്റവരുടേതായിരുന്നു, അവരുടെ ഉടയവരുടേതായിരുന്നു. പട്ടിണി കൊണ്ട് മരിച്ചുപോയ മനുഷ്യരാണ്. നല്ല കൃഷിക്കാരായിരുന്നു, നല്ല വരുമാനമുള്ളവരായിരുന്നു. സാമ്പത്തിക നയത്തിന്റെ ഭാഗമായി തകർന്നടിഞ്ഞു പോയപ്പോൾ ആത്മഹത്യ ചെയ്യേണ്ടി വന്ന മനുഷ്യരാണ്. മഹാരാഷ്ട്രയിലെ കർഷകരുടെ ലോങ് മാർച്ചിന്റെയും നിങ്ങളുടെയും മുന്നിലുണ്ട്. പതിവ് പോലെ ചെങ്കോട്ടയിൽ ഒരു ദിവസം ഒരു ഓഗസ്റ്റ് 15 ഇന്ത്യയുടെ അഭിമാനമായ ത്രിവർണ്ണ പതാക ആകാശത്തിലേക്ക് ഉയർത്തിക്കെട്ടാൻ കയറി നിന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആകാശത്തിലേക്ക് ഉയർത്തുമ്പോൾ പ്രധാനമന്ത്രിയുടെ സ്വന്തം നാട്ടിൽ ഗുജറാത്തിൽ അഹമ്മദാബാദിൽ നിന്ന് ഉനയിലേക്ക് യാത്ര ചെയ്ത ദളിതർ ഉനയിൽ അതുപോലെ സ്വാതന്ത്ര്യത്തിന്റെ പതാക ഉയർത്തിക്കെട്ടുകയായിരുന്നു. അവർ പറഞ്ഞു ഞങ്ങൾ ഇതാ കുലത്തൊഴിലിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കും. ചത്ത പശുവിന്റെ തോലുരിഞ്ഞതിന്റെ പേരിൽ ഞങ്ങൾ ദളിതരെ നിങ്ങൾ തെരുവിലിട്ട് തല്ലിക്കൊല്ലുകയാണെങ്കിൽ ആ ചത്ത പശുവിന്റെ തോലുരിയുന്ന ജോലി ഞങ്ങൾ ഇതാ ഉപേക്ഷിക്കണമെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ഞങ്ങൾ ഇനിമേൽ ഞങ്ങളുടെ കുലത്തൊഴിലും ചെയ്യില്ല. ഉപേക്ഷിച്ച കുലത്തൊഴിൽ എന്തായിരുന്നു? മലമ്പാരലായിരുന്നു. ലോകത്തിൽ ഏറ്റവും അധികം തോട്ടിപ്പണിക്കാരുള്ള നഗരങ്ങളിലൊന്നാണ് അഹമ്മദാബാദ്, നഗര സംസ്ഥാനങ്ങളിലൊന്നാണ് ഗുജറാത്ത്. ആ ഗുജറാത്തിൽ നിന്റെയും മലം വാരാൻ ഞങ്ങൾക്കിനി കഴിയില്ല. ഞങ്ങളുടെ കുട്ടിക്ക് ഞങ്ങൾ കൊടുത്തിരുന്ന ഏറ്റവും വില കുറഞ്ഞ ഞങ്ങൾക്ക് ലഭ്യമായ ഞങ്ങളുടെ കുട്ടിയുടെ വിശപ്പ് മാറ്റാനും അവന് പോഷകാഹാരത്തിനും കൊടുത്തിരുന്നതായിരുന്നു ബീഫ്. നീ പറഞ്ഞു അതിനെ ഇറക്കരുത്, അതിന് കഴിക്കരുത്. ചത്ത പശുവിന്റെ തോലുരിഞ്ഞു ഞങ്ങൾ ജീവിച്ചിരുന്നു. ആ ചത്ത പശുവിന്റെ തോലുരിഞ്ഞപ്പോൾ നിങ്ങൾ ഞങ്ങളെ കെട്ടിയിട്ട് തല്ലാൻ തുടങ്ങി, തല്ലിക്കൊല്ലാൻ തുടങ്ങി. ഞങ്ങളിതാ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയാണ്. ഞങ്ങളോട് ബീഫ് കഴിക്കരുതെന്നും ഞങ്ങളോട് ചത്ത പശുവിന്റെ തോലുരിയരുതെന്നും പറയുന്ന നിന്നോട് ഞങ്ങൾ പറയുന്നു നിന്റെ മലം നീ തന്നെ വാരുക. നിന്റെ മലം വാരാനും ഞങ്ങൾക്കിനി മനസ്സില്ല. ഞങ്ങളിതാ മലം വാരുന്ന തോട്ടിപ്പൊടിയുന്ന കുലത്തൊഴിൽ അവസാനിപ്പിക്കുകയാണെന്ന് ദളിതർ സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രഖ്യാപിച്ചു, ഉനയിൽ പ്രഖ്യാപിച്ചു. ജിഗ്നേഷ് മേവാനി ഉൾപ്പെടെയുള്ള ദളിത് സമര നായകർ ഉയർന്നിരുന്നത് ആ പശ്ചാത്തലത്തിലായിരുന്നു. രാജ്യം ഒരു സമരാന്തരീക്ഷത്തിലേക്ക് ഉണർന്നിരുന്നേറ്റപ്പോൾ പലപ്പോഴും നമുക്ക് ആ ചരിത്രത്തിന്റെ വായന മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. നമ്മളിൽ ഒരു ആത്മവിമർശനം നിങ്ങൾ സ്വയം നിങ്ങളോട് ചോദിക്കൂ.
ഇവിടെ സുമയ്യ പാടിപ്പോയ ആസാദി മുദ്രാവാക്യം നെഞ്ചു പൊട്ടി വന്നതാണ്, ഹൃദയം പൊട്ടി വന്നതാണ്. കനയ്യകുമാർ അത് പാടുമ്പോൾ, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ സമര സഖാക്കൾ അത് ഏറ്റുപാടുമ്പോൾ, ഇന്ന് ഈ രാജ്യത്തിന്റെ സമരഗീതമായി മുദ്രാവാക്യമായി ആ മുദ്രാവാക്യം മാറിയെങ്കിൽ കൽപ്പിച്ചു വെച്ചു കരുതിക്കുട്ടിയ വാക്കുകൾ കൊണ്ട് എഴുതി പിടിപ്പിച്ചതായിരുന്നില്ല, മറിച്ച് പൊള്ളുന്ന ജീവിത യാഥാർത്ഥ്യത്തിന്റെ പരിസരത്തിൽ നിന്നും ഹൃദയത്തിന്റെ നെല്ലിപ്പോടിൽ നിന്നും പുറത്തേക്ക് ഒരു അഗ്നിപർവ്വതം പൊട്ടിയൊഴുകുന്നത് പോലെ ഒഴുകിപ്പരന്നതാണ്, ഒരു ലാവ പോലെ ഒഴുകിപ്പരന്നതാണ് ആസാദി ഗീതം. എത്രയോ കാലമായി വിവേചനം നേരിടുന്ന ദളിതന്റെ മുദ്രാവാക്യം മനുവാദ് സേ ആസാദി. കാലങ്ങൾക്ക് മുമ്പ് മഹാരാഷ്ട്രയിലെ ദളിതരോട് പോയി പറഞ്ഞു, RSS നമുക്ക് പൂജ വെക്കണം, സരസ്വതി ദേവിയാണ് നമ്മുടെ വിദ്യാദേവത. അന്ന് ദളിതർ തിരുത്തി. ദളിതർ RSSന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ഞങ്ങളുടെ വിദ്യാദേവത സരസ്വതി ദേവിയല്ല, ഞങ്ങളുടെ വിദ്യാദേവത സാവിത്രി ദേവിയാണ്. ചോദിച്ചു, അതേതു ദേവതയാണ് സാവിത്രി? അവർ പറഞ്ഞു, ഞങ്ങളുടെ വിദ്യാദേവത സാവിത്രിയാണ്. ജ്യോതിബാ ഫുലെയുടെ ഭാര്യ, പ്രിയപ്പെട്ട പത്നി സാവിത്രി ഫുലെയാണ്. അവരാണ് ഞങ്ങളുടെ വിദ്യാദേവത. സാവിത്രി ഫുലെയാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്നത്. അവരും സംഘവുമാണ് ഞങ്ങളുടെ കുട്ടികളെ കുളിപ്പിച്ചെടുത്തത്. കളിച്ചുകൊണ്ടുനിന്ന കുട്ടികളെ പള്ളിക്കൂടം ഇതുവരെ സ്വപ്നം പോലും കാണാതിരുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും കുട്ടി പള്ളിക്കൂടത്തിലേക്ക് പോയത് അവർക്ക് അക്ഷരം പറഞ്ഞു കൊടുത്തത്, പകർന്നു കൊടുത്തത് സാവിത്രി ദേവിയാണ്. സാവിത്രി ദേവിയാണ് ഞങ്ങൾ ദളിതന്റെ വിദ്യാദേവത. ഞാൻ പറഞ്ഞത് വിവേചനം അനുഭവിച്ച ദളിതൻ. എത്രയോ കാലമായി അംബേദ്കർ നിർമ്മിച്ച ഭരണഘടനയുടെ ചുവട്ടിൽ ഇതാ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ റിപ്പബ്ലിക്കിന്റെ ഹൃദയത്തിൽ നിന്ന് ജയിലിൽ കിടക്കുന്നതിന് ഏറ്റവും അധികം ദളിത, ചെയ്യാത്ത കുറ്റത്തിന് പിടിക്കപ്പെടുന്നവർ, പീഡിപ്പിക്കപ്പെടുന്നവർ. രാജ്യത്തിന്റെ ജയിലുകളിലേക്ക് നിങ്ങൾ നോക്കൂ. നീണ്ടുപോകുന്ന വിചാരണക്കിടയിൽ വിചാരണ തടവുകാരായി ജയിലിൽ കിടക്കേണ്ടി വരുന്ന, അടിച്ചമർത്തപ്പെടുന്ന ദളിത, ദുരിതം അനുഭവിക്കുന്ന മനുഷ്യ. ആ ദളിതർ സമരഭൂമിയിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ കരുതി നമ്മളെല്ലാം സുരക്ഷിതരാണെന്ന്. ആത്മവിമർശനത്തിന്റെ തീച്ചുളയിൽ നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിനെ സ്വയം വിചാരണ ചെയ്തു നോക്കൂ. ആ ചുട്ടുപൊള്ളുന്ന ജീവിത വഴികളിലാണ് ജീവിത സാഹചര്യങ്ങളെല്ലാം നഷ്ടപ്പെടുന്നത്. ഞാൻ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഡൽഹി സന്ദർശിക്കുമ്പോൾ ഡൽഹിയിലെ പ്രസിദ്ധമായ പാർലമെന്റ് സ്ട്രീറ്റിലെ സമര പന്തലിൽ പോകണമെന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നു. അന്ന് പോയ ഒരു സമര പന്തലിൽ ആ സമരം അതിനകം തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന സമരമായിരുന്നു. ആ സമരത്തിന്റെ സവിശേഷത, നഗ്നരായിരുന്നാണ് ആ മനുഷ്യർ സമരം ചെയ്യുന്നത്, വസ്ത്രമൊന്നും ധരിച്ചിട്ടില്ല. അതാണ് ആ പത്രവാർത്തകളിൽ അതിനകം ശ്രദ്ധ തേടിയത്. തമിഴ്നാട്ടിലെ കർഷകരായിരുന്നു. ഞാൻ അവരുടെ സമരപന്തലിൽ പോയി. വന്ധ്യവയോധികനായ ഒരു മനുഷ്യൻ നഗ്നനായിരിക്കുന്നു മുൻപിൽ. അവരുടെ മുൻപിൽ ആ സമരപ്പന്തലിൽ നിരത്തിവച്ചിരിക്കുന്നത് മനുഷ്യന്റെ എല്ലിൻ കഷണങ്ങളാണ്, അസ്ഥികൂടങ്ങളാണ്, തലയോട്ടികളാണ്. ഓരോ തലയോട്ടിയും ചൂണ്ടി അവർ പറയും അതാരുടെ തലയോട്ടിയാണെന്ന്. ഓരോ അസ്ഥികൂടവും ചൂണ്ടി അവർ പറയും ഇതാരുടെ അസ്ഥി കഷണങ്ങളാണെന്നാണ്. അവരുടെ ഉറ്റവരുടേതായിരുന്നു, അവരുടെ ഉടയവരുടേതായിരുന്നു. പട്ടിണി കൊണ്ട് മരിച്ചുപോയ മനുഷ്യരാണ്. നല്ല കൃഷിക്കാരായിരുന്നു, നല്ല വരുമാനമുള്ളവരായിരുന്നു. സാമ്പത്തിക നയത്തിന്റെ ഭാഗമായി തകർന്നടിഞ്ഞു പോയപ്പോൾ ആത്മഹത്യ ചെയ്യേണ്ടി വന്ന മനുഷ്യരാണ്. അവർ പറഞ്ഞു, ചിതറിച്ചു തുടങ്ങിയ എല്ലിൻ കഷണങ്ങളും എടുത്ത് ഞങ്ങൾ യാത്രയായി ഡൽഹിയിലേക്ക്. ആരും ഞങ്ങളെ മൈൻഡ് ചെയ്തില്ല, ഒരു മാധ്യമങ്ങളും ഞങ്ങളെ തേടി വന്നില്ല. പക്ഷേ ഞങ്ങൾ ഒരു ദിവസം പാർലമെന്റിന്റെ എല്ലാ സുരക്ഷാ സന്നാഹങ്ങളെയും അതിജീവിച്ചുകൊണ്ട് പാർലമെന്റിനകത്തേക്ക് കയറിച്ചു. തോക്കുകൾ എന്തിയ പോലീസുകാർ ഞങ്ങളെ വളഞ്ഞു. മാധ്യമങ്ങൾ ഓടിക്കൂടി. അതീവ സുരക്ഷാ മേഖലയിലേക്ക് ഒരുപിടി കർഷകർ കടന്നു വന്നിരിക്കുന്നു. അവിടെ നിന്ന് മുഴുവൻ മാധ്യമങ്ങളുടെയും മുന്നിൽ വെച്ച് ഞങ്ങൾ ഞങ്ങളുടെ ഓരോ വസ്ത്രങ്ങളായി പറിച്ചെറിഞ്ഞു. പൂർണ്ണ നഗ്നരായി ഞങ്ങളുടെ ശുഷ്കമായ, ഞങ്ങളുടെ എല്ലും തോലുമായ ഈ കറുത്ത നഗ്നതയിലേക്ക്, ഈ ശരീരത്തിലേക്ക് ക്യാമറകൾ സൂം ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ ഞങ്ങൾ കയ്യിൽ കരുതിയിരുന്ന ഒഴിഞ്ഞ കുപ്പികൾ എടുത്തു, നിവർന്നു നിന്നു. ആ കുപ്പികളിൽ സ്വന്തം മൂത്രമൊഴിച്ചു. ഇന്ത്യൻ പാർലമെന്റിന്റെ മുമ്പിൽ നിന്ന് ഞങ്ങൾ കർഷകർ സ്വന്തം മൂത്രം കുടിച്ചു പ്രതിഷേധിച്ചു. അവിടെ കഥ പറഞ്ഞെത്തുമ്പോൾ എന്റെ മനസ്സ് വല്ലാതെ ഒന്നുവെങ്ങുകയും വല്ലാതെ മുഖമൊന്ന് വിളറുകയും ചെയ്തു. ഞാൻ അത് കേട്ട് അസ്വസ്ഥനായി എന്ന് മനസ്സിലായപ്പോൾ ആ വൃദ്ധനായ കർഷകൻ എന്റെ ചെവിക്കരികിലേക്ക് വന്നെന്നോട് പറഞ്ഞു, സാർ,
മൂത്രം കുടിച്ചു എന്ന് പറയുമ്പോൾ അസ്വസ്ഥത തോന്നുമല്ലേ? വിഷപിച്ചു മരിക്കുന്നതിനേക്കാൾ ഭേദമല്ലേ സാർ സ്വന്തം മൂത്രം കുടിച്ച് പ്രതിഷേധിക്കുന്നത്? നിവർത്തികേടിന്റെ പാരമ്പര്യയിൽ ഒരു മനുഷ്യൻ എത്തി നിൽക്കുകയാണ്. ഞങ്ങൾ ഉത്പാദിപ്പിക്കുന്ന കൃഷിക്ക് വിളയില്ല. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് മാറ്റിപ്പായിക്കപ്പെട്ട തൊഴിലാളികൾ നോക്കൂ. നിങ്ങൾ ഇന്ത്യൻ സാഹചര്യത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും എങ്ങനെയാണ് ആസാദി മുദ്രാവാക്യം ഉണ്ടാകുന്നത്, എങ്ങനെയാണ് ജിഗ്നേഷ് മേവാനി സമര മുന്നണിയിലേക്ക് കടന്നു വരുന്നത്, എങ്ങനെയാണ് ഉനയിലെ ദളിതർ സമര മുദ്രാവാക്യമായി മാറുന്നത്. ഓരോ മനുഷ്യനും സമരമാകുന്നത് എങ്ങനെ? അനുഭവിച്ച ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്നായിരുന്നു. പൊള്ളുന്ന ജീവിത യാഥാർത്ഥ്യങ്ങൾ, തകർന്നടിഞ്ഞു പോയ കാർഷിക മേഖല, വിവേചനങ്ങൾ, മതപരമായ വിവേചനം. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ ബിൽക്കിസ് ബാനുവിനെ? ആരായിരുന്നു ബിൽക്കിസ് ബാനു? ഗുജറാത്ത് വംശഹത്യയുടെ കാലത്ത് വേട്ടയാടപ്പെട്ടവരുടെ പേരാണ് ബിൽക്കിസ് ബാനു. ബിൽക്കിസ് ബാനുവിന്റെ കഥനകഥയുണ്ട്. മലയാള മനോരമയുടെ മാധ്യമപ്രവർത്തകനായ മനോരമയിൽ ഇപ്പോഴും ജോലി ചെയ്യുന്ന കൃഷ്ണൻ മോഹൻലാൽ എഴുതിയ അനുഭവം കുറിപ്പുണ്ട്. ഗുജറാത്ത് സന്ദർശനത്തിനു ശേഷം ലഭിക്കും ആ പുസ്തകം വായിക്കണം. ഹൃദയം ഉറങ്ങാതെ കണ്ണു നനയാതെ നിങ്ങൾക്കത് വായിച്ചു തീർക്കാനാകില്ല. ബിൽക്കിസ് ബാനു പറയുന്നുണ്ട്, ഗുജറാത്ത് വംശഹത്യക്കിടയിൽ എന്നെ അവർ ബലാത്സംഗം ചെയ്യുമ്പോൾ എന്നെ ബലാത്സംഗം ചെയ്യുന്ന ഓരോ മനുഷ്യന്റെയും പേരെനിക്കറിയാം. എന്റെ അയൽപക്കക്കാരായിരുന്നു, തലേന്നാൾ വരെ എന്നോടൊപ്പം സഹകരിച്ചവരായിരുന്നു, എന്റെ വീട്ടിൽ പാൽ വാങ്ങാൻ വരുന്നവരായിരുന്നു. എന്നെ അവർ ക്രൂരമായി ബലാത്സംഗം ചെയ്യുമ്പോൾ എന്റെ ശരീരത്തിലേക്ക് ഓരോ മനുഷ്യനും പതിക്കുമ്പോൾ മാറി മാറി അവർ എന്നെ ആസ്വദിക്കുമ്പോൾ വിങ്ങിപ്പൊട്ടി അലറി വിളിച്ചുകൊണ്ട് അവരുടെ പേരുകൾ ഞാൻ വിളിച്ചു പറഞ്ഞു, എന്നെ ഒന്ന് വെറുതെ വിടൂ, ഇനിയെങ്കിലും എന്നെ വെറുതെ വിടൂ. അവർ കാണുകയാണ് അവരുടെ കണ്ണുകൾ വെച്ച് അവരുടെ സഹോദരങ്ങളെ, അവരുടെ സുഹൃത്തുക്കളെ മുഴുവൻ പേരെയും ക്രൂരമായി കൊലപ്പെടുത്തി. അവിടെ ആ തെരുവിലിട്ട് വിജനതയിലിട്ട് തീ കൊളുത്തുന്നത് നേരിൽ കണ്ടു കിടക്കുകയാണ്. അപ്പോൾ അവരുടെ ശരീരത്തിൽ ഒരു തുണ്ട് വസ്ത്രമുണ്ടായിരുന്നു. ബിൽക്കിസ് ബാനു പറയുന്നു, ഇന്നും ജീവിച്ചിരിക്കുന്നു ബിൽക്കിസ് ബാനു. ഞാൻ പറഞ്ഞത് നമുക്കരികിലായി ഉണ്ണി, നിന്റെ വരവ് ഇങ്ങനെയായിരിക്കുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. നെറ്റിയിൽ മാലാഖമാരുടെ ചുംബനവുമായി നീ വരുന്നത് ഞാൻ കിനാബ് കാണുമായിരുന്നു. നിനക്കായി ഞാനൊരു താരാട്ടു കരുതിയിരുന്നു. പെട്ടെന്നാണ് എല്ലാം അവസാനിച്ചത്. വാളും കുന്തവുമായവർ വന്നു, കൊടിയും തൃശൂലവുമായവർ വന്നു. അവരെന്റെ കൈകാലുകൾ കെട്ടിയിട്ടു. അടിവയർ നെടുകെ പിളർന്നു നിന്നയവർ പുറത്തേക്ക് വലിച്ചെടുക്കുമ്പോൾ നീ പൊക്കിൽ കൊടിയിൽ മുറുകെ പിടിച്ചിരുന്നുവോ? സച്ചിദാനന്ദന്റെ വരികളാണ്, വിട എന്ന കവിതയിലെ വരികളാണ്. കൗസർ ബാനു പൂർണ്ണ ഗർഭിണിയായിരുന്നു. അഹമ്മദാബാദിൽ നിന്നും 6 കിലോമീറ്ററുകൾക്ക് പുറത്ത് നരോദ പട്ടേയിലെ കൗസർ ബാനോ, പൂർണ്ണ ഗർഭിണിയായ കൗസർ ബാനോ, നിന്റെ വരവ് ഇങ്ങനെയായിരിക്കുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. നെറ്റിയിൽ മാലാഖമാരുടെ ചുംബനമേറ്റ് വാങ്ങി നീ പിറവി കൊള്ളുന്ന ദിവസത്തിനായി ഉമ്മ കാത്തിരിക്കുമ്പോഴാണ് സ്വപ്നങ്ങളുടെ ലോകത്തേക്ക് അവർ വന്നു കയറിയത്. കൊടിയും തൃശൂലവുമായി അവർ വന്നു. അവരെന്റെ കൈകാലുകൾ കെട്ടിയിട്ടു. അടിവയർന്നെടുകേ വിളർന്നു നിന്നയവർ പുറത്തേക്ക് വലിച്ചെടുക്കുമ്പോൾ നീ കൊടിയിൽ മുറുകെ പിടിച്ചിരുന്നുവോ? പുഴയും നിലാവും കിനാ കണ്ടിരുന്ന കുഞ്ഞിക്കണ്ണുകൾ മെല്ലെ അടച്ചുവോ? ഇല്ല, ഇതുപോലൊരമ്മയും കുഞ്ഞിനെ ചിതയിലേക്ക് പെറ്റിട്ടുണ്ടാകില്ല. ഇതുപോലൊരു നിലവിളിയും ഇതിനു മുമ്പേ ചാരമായിട്ടുണ്ടാകില്ല. നിന്നെ പിറക്കാൻ അയക്കാത്ത ലോകത്ത് എനിക്കും ഇനി പിറക്കണ്ട. ഇന്ത്യയിലെ അമ്മമാരെ, നിങ്ങൾ ഇനി പ്രസവിക്കുകയും വേണ്ട. ഒരു മനുഷ്യായുസിൽ ഒരു മനുഷ്യൻ ബീജമായി, ഒരു ഭ്രൂണമായി പരിവർത്തനത്തിന്റെ ദശയിലേക്ക് കടന്നു വന്ന മനുഷ്യനായി വരുന്നതിന് മുമ്പ് ഏറ്റവും സുരക്ഷിതൻ എവിടെയെന്ന് ചോദിച്ചാൽ അമ്മയുടെ ഗർഭപാത്രത്തിലാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് സെക്കുലറിസം എന്ന അടിവരയിട്ട് എഴുതി വെച്ച വിപ്ലവത്തിന്റെ എന്നാരംഭിക്കുന്ന ഇന്ത്യയുടെ ഭരണഘടനയ്ക്കു കീഴിൽ ആ സുരക്ഷിത കവചത്തിനകത്ത് വെച്ച് ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു. നോക്കൂ, വിവേചനത്തിന്റെ എത്രയോ കഥകൾ ഇന്ത്യയുടെ പരിസരങ്ങളിൽ കാണാൻ കഴിയും. എത്രയെത്ര വർഗീയ കലാപങ്ങൾ. നമ്മൾ ഗുജറാത്തിന്റെ വംശഹത്യയെ കുറിച്ച് സംസാരിക്കുന്നു. നമുക്ക് പേരെടുത്തറിയാവുന്ന എത്ര വംശഹത്യകളുണ്ട്, എത്ര വർഗീയ കലാപങ്ങളുണ്ട്. പക്ഷെ നിങ്ങൾ വെറുതെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോണിൽ കമ്മ്യൂണൽ റൈറ്റ്സ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ് വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിന്റെ സ്ക്രീനിൽ ഒരു വിരൽ വേഗത്തിൽ വന്നു വീഴും. എണ്ണിത്തീരില്ല എത്രയേറെ വംശഹത്യകൾ, വർഗീയ കലാപം. നോക്കൂ, ഈ രാജ്യം ഒരു സ്വാതന്ത്ര്യവും ജനാധിപത്യവും ഈ രാജ്യത്തിന്റെ പരമാധികാരവും മതേതരത്വവുമെല്ലാം
CAA വിരുദ്ധ പ്രക്ഷോഭത്തിൽ നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത് ഈ രാജ്യത്ത് മനുഷ്യരായി ജീവിക്കാൻ, അഭിമാനത്തോടെ മതവിശ്വാസിയായി ജീവിക്കാൻ, ഈ രാജ്യത്ത് തൊഴിലെടുത്ത് ആ തൊഴിലിന്റെ അധ്വാന വിഹിതം കൊണ്ട് മാന്യമായി കടമില്ലാതെ ജീവിക്കാൻ, ജാതിയുടെ പേരിൽ വിവേചനം നേരിടാതെ ജീവിക്കാൻ ഒക്കെ ഇന്ത്യൻ ഭരണഘടന നൽകുന്ന അവകാശം എത്രയോ കാലങ്ങളായി എടുത്തു മാറ്റപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ ഒരു വലിയ സമരാന്തരീക്ഷം ഈ രാജ്യത്ത് ശക്തിപ്പെട്ടു വരികയാണ്. ചില ചിത്രങ്ങൾക്ക് സംസാരിക്കാൻ കഴിയും. അതിലൊരു ചിത്രമുണ്ട്. ചില ചിത്രങ്ങൾക്ക് പ്രഭാഷകരെക്കാൾ കൂടുതൽ വാചാലമാകാൻ കഴിയും. 2018 അത്തരമൊരു ചിത്രമേതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയും 2019 ഒക്ടോബർ മാസം 2-ാം തീയതി 2019 ഒക്ടോബർ മാസം 2-ാം തീയതി ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്ത കർഷകരെ വേട്ടയാടുകയാണ്. പോലീസ് തോക്ക് ചൂണ്ടി നിൽക്കുകയാണ്. ഒരു റിവോൾവർ ചൂണ്ടി ഒരു വൃദ്ധനായ കർഷകന് നേർക്ക് റിവോൾവർ ചൂണ്ടി നിൽക്കുകയാണ്. തിരിഞ്ഞോടുകയല്ല ആ ചിത്രത്തിലെ കർഷകൻ. നിന്ന നിപ്പിൽ കയ്യിൽ കിട്ടിയ ഒരു കല്ലെടുത്തു, പാറക്കഷണമെടുത്തു പോലീസ് നേർക്ക് തോക്ക് ചൂണ്ടി നിൽക്കുകയാണെന്ന് ഓർമ്മ വേണം. അടുത്ത നിമിഷം തനിക്കു നേരെ നിറയുഴയ്ക്കും. പക്ഷേ വൃദ്ധനായ കർഷകൻ അവിടെ നിന്ന് എറിയാൻ നിൽക്കുകയാണ്. ഇന്ത്യയുടെ തലസ്ഥാനത്ത് ഒരു ഗാന്ധി ജയന്തി ദിനം സമ്മാനിച്ച ഈ മനോഹരമായ ചിത്രമുണ്ടല്ലോ, ആ ചിത്രത്തിന്റെ ചുവട്ടിൽ ചരിത്രം കുറിച്ചിടുന്നത് ഇങ്ങനെയാണ്: തോക്കുകൾ തോറ്റുപോകുന്ന കാലമെന്നാണ്. ഇന്ന് നരേന്ദ്രമോദി തോക്കുകൾ കൊണ്ടാണ് നമ്മളോട് സംസാരിക്കാൻ വരുന്നത്. അദ്ദേഹം വാക്കുകൾ കൊണ്ട് സംസാരിക്കും നമ്മളോട്. അത് മൻ കി ബാത്താണ്. പക്ഷേ രാജ്യത്തെ ജനാധിപത്യ പോരാട്ടത്തോട് അദ്ദേഹം സംസാരിക്കുന്നത് വാക്കുകൾ കൊണ്ടല്ല, തോക്കുകൾ കൊണ്ടാണ്. ഇന്ത്യയിൽ BJP ഭരിക്കുന്ന സംസ്ഥാനത്തല്ലാതെ CAA വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ ഈ ഘട്ടത്തിൽ ഒരിടത്തും രക്തരൂക്ഷിതമായ കലാപങ്ങൾ ഉണ്ടാകുന്നില്ല, ആരും കൊല്ലപ്പെടുന്നില്ല. ഞാൻ പോയതാണ് തൊട്ടപ്പുറത്ത് മാംഗ്ലൂരിൽ കൊല്ലപ്പെട്ട 2 സാധാരണക്കാരായ മനുഷ്യർ. ആ ചെറുപ്പക്കാരുടെ വീടുകളിലേക്ക് ഞാൻ പോയി. ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് സഖാവ് PM മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിലുള്ള ഡിവൈഎഫ്ഐയുടെ ഡെലിഗേഷൻ ഞങ്ങൾ കടന്നു ചെല്ലുമ്പോൾ, പ്രിയപ്പെട്ടവരെ, 2 കുടുംബം, അതിലൊരാൾ അവിവാഹിതമാണ്. ആദ്യം ഞങ്ങൾ കടന്നു ചെല്ലുന്ന കുടുംബം വെടിയേറ്റ് വലിച്ച ചെറുപ്പക്കാരന് 2 മക്കളാണ്, ഒന്നാണും ഒന്ന് പെണ്ണും. എന്തു ചെയ്യണമെന്നറിയാതെ ഉപ്പയെ കാണാതെ കാത്തു നിൽക്കുകയാണ് 2 മനുഷ്യർ അവിടെ. എന്തു ചെയ്യണമെന്നറിയില്ല, എന്തു തെറ്റു ചെയ്തു. ആ ചെറുപ്പക്കാരൻ വെടിയേറ്റ് വീഴുന്ന ദൃശ്യം ഞങ്ങളെ ആ വീഡിയോ ഫുട്ടേജ് കാണിച്ചു. എങ്ങനെയാ അവൻ പ്രക്ഷോഭത്തിലൊന്നും പോയില്ല. പ്രശ്നം ഇങ്ങനെ രൂക്ഷമാകുമ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും ഇറങ്ങി വന്ന് ഈ റോഡിലേക്ക് എത്തി നിൽക്കാം. അത് കാണാം, വരുന്നത് കാണാം, നിൽക്കുന്നത് കാണാം, സംസാരിക്കുന്നത് അതിനിടയിൽ ആരുമായിട്ടോ, നോക്കുന്നത് കാണാം, വെടിയേൽക്കുന്നത് കാണാം, വീഴുന്നത് കാണാം. അനാഥമായി ഈ രാജ്യത്ത് അനീതി നിയമമാകുന്നു. ഗുജറാത്തിൽ നടത്തിയ വംശഹത്യ നോക്കൂ, ഇന്ന് ഉത്തർപ്രദേശിലേക്ക് വിശ്വസിക്കുന്നു. 20-ലധികം മനുഷ്യർ ഇതുവരെ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നു. അപ്പോഴാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്, പ്രിയപ്പെട്ടവരെ, ഇന്നിതാ എനിക്കും നിങ്ങൾക്കും ഇവിടെ ഒരുമിച്ചിരിക്കാൻ, ഒരുമിച്ചിരുന്ന് വർത്തമാനം പറയാൻ, ഇവിടെ നമുക്ക് സംസാരിക്കാനും സാധിക്കുന്നുണ്ട് എങ്കിൽ ജനാധിപത്യത്തിന്റെ വസന്തം നിലനിൽക്കുന്ന ഒരിടം ഈ രാജ്യത്ത് അഭിമാനത്തോടെ വിവേചനങ്ങൾക്ക് പുറത്ത് മനുഷ്യരായി ഞങ്ങൾ ജീവിക്കുമെന്നൊരു തലമുറ വിളിച്ചു പറയുന്നുണ്ട് എങ്കിൽ അത് ഇവിടെ ഈ കേരളത്തിന്റെ ചുവന്നു തൊടുത്ത ഒരു പിടി മണ്ണിൽ പാദമൂന്നി നിന്നുകൊണ്ടാണെന്ന യാഥാർത്ഥ്യത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് നമ്മൾ തിരിച്ചറിയണം. ഈ പ്രക്ഷോഭത്തിൽ നമ്മൾ മലയാളികൾക്ക്, കേരളത്തിന് ഒത്തിരി 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 കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. എന്താണ് CAA? എന്തുകൊണ്ട് CAA? പൗരത്വത്തിന് മതം മാനദണ്ഡമാകുന്നു. പൗരത്വത്തിന് മതം മാനദണ്ഡമാകുന്നു. നിങ്ങൾ പൗരത്വത്തിന് മതം മാനദണ്ഡമാണെന്ന് പറയുമ്പോൾ നിങ്ങൾ തിരിച്ചറിയണം, ഞാൻ ആദ്യം പറഞ്ഞിടത്തേക്ക് മടങ്ങി പോകുന്നു. ഏറെക്കാലമായ ഇന്ത്യയിൽ മതം പലതിനും മാനദണ്ഡമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഏത്? അദൃശ്യമായി പലതിനും. നിയമനിർമ്മാണത്തിലേക്ക് പിന്നെയാണ് വരുന്നത്. നിയമനിർമ്മാണത്തിലേക്ക് എപ്പോഴാണ് വരുന്നത്? ഞാനതിന്റെ ഒരു ഉദാഹരണം പറയാം.
മാംഗ്ലൂരുവിൽ മാധ്യമപ്രവർത്തകർ പിടിയിലായി. അറസ്റ്റിലായ മാധ്യമപ്രവർത്തകരെ ചോദ്യം ചെയ്ത മാംഗ്ലൂരു പോലീസ് അന്തം വിട്ട് ചോദിച്ചു. ക്യാമറാമാൻ ഹിന്ദു, റിപ്പോർട്ടർ മുസ്ലിം. ചോദിച്ചു, ഒരു മുസ്ലിമും ഒരു ഹിന്ദുവും ഒരുമിച്ച് സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയോ? We the people of India having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic. ഇന്ത്യക്ക് ഔദ്യോഗികമായ മതമില്ലെന്ന് വളരെ കൃത്യമായി അടിപ്പരയിട്ട് പ്രഖ്യാപിക്കുന്ന ഇന്ത്യൻ ഭരണഘടന നിത്യജീവിതത്തിലോ സൗഹൃദത്തിലോ ബന്ധങ്ങളിലോ നിയമത്തിന്റെ മുമ്പിലോ ഭരണകർത്താവിന്റെ മുമ്പിലോ പൗരത്വം നിശ്ചയിക്കുമ്പോഴോ മതം ഒരു മാനദണ്ഡമാവുകയേ ചെയ്യരുത്. ആ ഇന്ത്യയിൽ മാംഗ്ലൂരുകാരന്റെ, കർണാടകക്കാരന്റെ നിത്യജീവിതത്തിൽ ഹിന്ദുവും മുസൽമാനും ഒരുമിച്ച് ജോലി ചെയ്യുന്നത് പോലും അയഥാർത്ഥ്യമായി, അവിശ്വസനീയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഉള്ളിന്ന് വന്നതാണ് പോലീസുകാരന്റെ ഹിന്ദു മുസ്ലിമും കൂടെ ഒരുമിച്ച് ജോലി ചെയ്യുകയോ? അപ്പോഴാണ് മലയാളികൾ അഭിമാനത്തോടെ ഇന്ത്യയോട് പറയുന്നത്, ജാതിഭേദം മതദ്വേഷമില്ലാതെ ഇതാ ഇപ്പോഴും ശ്രീനാരായണ ഗുരുവിന്റെ നാട്ടിൽ, വക്കം മൗലവിയുടെ നാട്ടിൽ, വാഗ്ഭടാനന്ദന്റെ നാട്ടിൽ, EMSന്റെ നാട്ടിൽ, KGയുടെ നാട്ടിൽ, ഈ കേരളത്തിന്റെ മണ്ണിൽ ഹിന്ദുവും മുസൽമാനും വിവേചനങ്ങളില്ലാതെ ഒരൊറ്റ മനസ്സോടെ ഇപ്പോഴും കഴിയുന്നു. അതാണ് കേരളത്തിന് ഒരുപാട് ചെയ്യാനുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഹിന്ദുവും മുസൽമാനും ഒരുമിച്ച് നിന്ന് നേടിയെടുത്ത പൈതൃകം ഇന്നിന്റെ പൈതൃകമല്ല, ഒത്തിരി കാലങ്ങൾക്ക് മുമ്പുള്ള പൈതൃകമാണ്. ഞാനൊരു കഥ പറയട്ടെ നിങ്ങളോട്. നിങ്ങൾക്കറിയാവുന്ന വക്കം അബ്ദുൽ ഖാദർ ഉണ്ട്. അത് പത്രപ്രവർത്തകനായ വക്കം അബ്ദുൽ ഖാദറാണ്. എന്നാൽ വേറൊരു അബ്ദുൽ ഖാദർ ഉണ്ട്, ചരിത്രത്തിലധികം അടയാളപ്പെടുത്താതെ പോയ ഒരു അബ്ദുൽ ഖാദർ, INA ഹീറോ വക്കം അബ്ദുൽ ഖാദർ. ഇന്നലെ രാജ്യം, ഇന്നലത്തെ ദിവസം നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ അനുസ്മരിച്ചുവെങ്കിൽ സുഭാഷ് ചന്ദ്രബോസിന്റെ INAയിൽ അംഗമാവുകയും ഇന്ത്യയിൽ ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിന് പുറപ്പെടുകയും ചെയ്ത് പിടിയിലായി ഒടുവിൽ മദ്രാസിലെ സെൻട്രൽ ജയിലിൽ തൂക്കിലേറ്റപ്പെട്ട വക്കം അബ്ദുൽ ഖാദർ. വക്കം അബ്ദുൽ ഖാദർ തൂക്കിലേറ്റപ്പെടുന്നതിന്റെ തലേ ദിവസം വക്കത്തെ തൊട്ടപ്പുറത്തെ തിരുവനന്തപുരത്തുകാരനാണ്, നമ്മുടെ നാട്ടുകാരനാണ്, വാപ്പാക്ക് എഴുതുകയാണ് ഒരു കത്ത്. മുസ്ലിങ്ങൾ പുണ്യമാസമായി കരുതുന്ന റമദാൻ മാസത്തിലാണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, തെറ്റാണെങ്കിൽ ക്ഷമിക്കുക, 27-ാം രാവിനാണ് തൂക്കിലേറ്റപ്പെടുന്നത് എന്ന് ഞാൻ കരുതുന്നു. തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. ആ പുസ്തകം ഇപ്പോഴും ഉണ്ട്, ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുസ്തകം. ഞാനിതിലേക്ക് വരാം. തികഞ്ഞ വിശ്വാസിയായി വക്കം അബ്ദുൽ ഖാദർ കൊലക്കയറിലേക്ക് പോകുന്ന രാത്രിയിൽ വാപ്പാക്കൊരു കത്ത് എഴുതും. അത് വായിക്കണം. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കിയ ഒരു പുസ്തകമുണ്ട്, വക്കം അബ്ദുൽ ഖാദർ INA. ആ കത്ത് അതുപോലെയുണ്ട്, അദ്ദേഹത്തിന്റെ കൈപ്പട. നമ്മൾ അത്ഭുതപ്പെട്ടു. കത്തിങ്ങനെ എഴുതാൻ, വാപ്പാ ഇതാ മരിക്കുകയാണ് വാപ്പായുടെ മകൻ. വാപ്പ ഈ കത്തൊന്ന് കയ്യിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല, എന്നെങ്കിലും ഒരിക്കൽ ഈ കത്ത് കിട്ടുമോ എന്നും എനിക്കറിയില്ല. പക്ഷെ വാപ്പ വിഷമിക്കണം. വാപ്പയുടെ മകൻ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലാണ് രക്തസാക്ഷിയാണ്. തൊട്ടപ്പുറത്ത് എനിക്ക് വേണ്ടി കൊലക്കയർ ഒഴുകിയിരിക്കുന്നു വാപ്പ. ഞാനിതാ പോകാൻ പോവുകയാണ്. ഇതാ ജയിലിലെ ക്ലോക്കിൽ മണി 12 അടിച്ചു. വാപ്പായുടെ മകൻ മരിക്കുന്ന ദിവസത്തിന്റെ തുടക്കമാണ് വാപ്പ. ഇത് അതിവൈകാരികമാണ്. ഒരു മകൻ വാപ്പായോട് പറയുകയാണ് മരണത്തെക്കുറിച്ച്. മരണത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് സംസാരിക്കുകയാണ്. ഒടുവിൽ ഇങ്ങനെ എഴുതുകയാണ്. കത്ത് അവസാനിക്കുമ്പോൾ വാപ്പ നോക്കൂ, എഴുതി തീരുന്നില്ല. എഴുതിയിട്ടും എനിക്ക് സംസാരിച്ചു തീരുന്നില്ല. എന്റെ പേനയുടെ മഷി തീരുന്നു. ഞാൻ പെൻസിൽ എടുക്കട്ടെ, ഇനി പെൻസിൽ കൊണ്ട് എഴുതട്ടെ. ഇങ്ങനെ ദീർഘമായ കത്താണ്. കാലൊച്ച കേൾക്കുന്നു. ജയിലർ വരികയാണ്. എഴുതിയിരുന്ന് സമയം പോയി അറിഞ്ഞില്ല വാപ്പ. കൊലക്കയറിലേക്ക് പോകാൻ നേരമായി. ഇനി എഴുതാനില്ല, ഞാൻ അവസാനിപ്പിക്കട്ടെ. കത്ത് അവസാനിപ്പിച്ചു. കൊലക്കയറിലേക്കാണ് നടന്നു പോയത്. ആ കത്ത് അദ്ദേഹത്തിന്റെ കൈപ്പടയിൽ നമുക്ക് വായിക്കാൻ കഴിയും. അത്ഭുതപ്പെട്ടു പോകും നമ്മൾ, അത്ഭുതപ്പെട്ടു പോകും. കത്തിന്റെ ഒടുവിലത്തെ വരിയിൽ പോലും ഒരു വളവ് കാണാനാകില്ല. മനസ്സത്രത്തോളം ദൃഢമായിരുന്നുവെന്നാണ്. കൈവിറച്ചില്ല, ഒരു പോലും വിറച്ചിട്ടില്ല. ഒരക്ഷരത്തിൽ നിങ്ങൾക്ക് കാണാനാകില്ല. അവിശ്വസനീയമാണ് ആ കത്ത്.
അത്രയേറെ ധീരനായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് വക്കം അബ്ദുൽ ഖാദറിനെ കൊലക്കയറിന്റെ മുമ്പിൽ കൊണ്ടു നിർത്തി 4 പേരെയാണ് തൂക്കിലേറ്റുന്നത്. 4 പേർ. ഒന്ന് ഫൗജാസ്, 2 ബർദാൻ, 3-മത്തെയാൾ വക്കം അബ്ദുൽ ഖാദർ, 4-മത്തെയാൾ അനന്തൻ നായർ എന്ന തലശ്ശേരി സ്വദേശിയായ മലയാളി. 4 നല്ല ഒന്നാന്തരം ചെറുപ്പക്കാർ. പ്രണയവും പൂക്കളും ശബളമോഹങ്ങളും നിറമുള്ള കനവുമെല്ലാം ഉണ്ടായിരുന്ന യൗവനത്തിന്റെ നട്ടുച്ചയിൽ വസന്തത്തിലിതാ 4 ചെറുപ്പം കൊലക്കയറിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ചെന്ന് നിൽക്കുകയാണ്. ഒരേ സമയം 2 പേരെയാണ് തൂക്കിലേറ്റുന്നത്. ലിസ്റ്റ് എഴുതി വായിച്ച ഉദ്യോഗസ്ഥൻ അറിയിച്ചു, ഫൗജാസിനെയും അനന്തൻ നായരെയും ഒരുമിച്ച് തൂക്കിലേറ്റും, ബർദാനെയും വക്കം അബ്ദുൽ ഖാദറിനെയും ഒരുമിച്ച് തൂക്കിലേറ്റും. കൊലക്കയറിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ജീവിതത്തിൽ ആദ്യമായി ബ്രിട്ടീഷുകാരനോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു വക്കം അബ്ദുൽ ഖാദർ എന്ന ധീരനായ വിപ്ലവകാരി. എന്നെയും അനന്തൻ നായരെയും ഒരുമിച്ച് തൂക്കിലേറ്റണം. ബ്രിട്ടീഷുകാർ ചോദിച്ചു, എന്തിനാ? അതിന്റെ മുമ്പിലൊരു മറുപടിയുണ്ട്. മാംഗ്ലൂരുവിലെ പോലീസുകാരൻ ചോദിച്ചില്ലേ, ഒരു മുസ്ലിമും ഒരു ഹിന്ദുവും ഒരുമിച്ച് അങ്ങനെ ജോലി ചെയ്യുന്നില്ല. വക്കം അബ്ദുൽ ഖാദർ കൊലക്കയറിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന കലിമത്ത് തൗഹീദിൽ വിശ്വസിക്കുന്ന മുസൽമാൻ. എന്റെ പ്രിയപ്പെട്ട ചങ്ങാതി അനന്തൻ നായർ ഹിന്ദു, പരിശുദ്ധ ഹിന്ദു. നിങ്ങൾക്കെതിരായ പോരാട്ടത്തിൽ ഇതാ കൊലക്കയറിൽ ഒരു ഹിന്ദുവും മുസൽമാനും ഒരുമിച്ച് തലനീട്ടി തന്നുവെന്ന് നാളെയുടെ മക്കൾ വായിക്കണം, നാളെയുടെ തലമുറ വായിക്കണം. തൂക്കിലേറ്റു സാർ എന്നെ ഈ അനന്തൻ നായർ എന്ന ചങ്ങാതിയെയും തൂക്കിലേറ്റു. ബ്രിട്ടീഷുകാർ തിരുത്തിയെഴുതി ലിസ്റ്റ്. മദ്രാസിലെ സെൻട്രൽ ജയിലിൽ ഒരു വെളുപ്പാൻ കാലത്ത് ലോകം ഉണരുന്നതിന് മുൻപ് 2 ചെറുപ്പക്കാർ തൂങ്ങിയാടി. ഒരാളുടെ പേര് അനന്തൻ നായർ എന്ന തലശ്ശേരിക്കാരൻ, 2-മത്തെയാളുടെ പേര് തൊട്ടപ്പുറത്തെ തീരദേശ ഗ്രാമമായ വക്കത്തെ ഒരു ചെറുപ്പക്കാരൻ അബ്ദുൽ ഖാദർ. ആ കൊലക്കയറിലേക്ക് മരിക്കാൻ പോകുമ്പോഴേ ഹിന്ദുവും മുസൽമാനും ഒരുമിച്ച് നിരന്തരം മരിക്കും. ആ മതേതരത്വത്തിന്റെ ഊഷ്മളമായ പൈതൃകം കിടക്കുന്നത് അവിടെയാണ്. ഞാനും നിങ്ങളും ചവിട്ടി നിൽക്കുന്ന മണ്ണിന്റെ ആടലുകൾക്കൊടിയിൽ വീണ്ടും വീണ്ടും അടി. അതിനടിയിൽ ഉറങ്ങിക്കിടക്കുന്ന ചരിത്രം. നിങ്ങൾ ചവിട്ടി നിൽക്കുന്ന മണ്ണൊന്ന് തട്ടി നോക്കൂ. അതിനിടയിൽ ഉണ്ട് സ്നേഹത്തിന്റെ മതേതരത്വത്തിന്റെ ഒരുമിച്ച് നിന്നതിന്റെ, ഒരുമിച്ച് നിന്ന് പടുത്തുയർത്തിയതിന്റെ മനോജ്ഞമായ ഭൂതകാലമുണ്ട്. ആ ഭൂതകാലത്തിന്റെ മുകളിലാണ് ഞാനും നിങ്ങളും ചവിട്ടി നിൽക്കുന്നത്. അതിന്റെ മുകളിലാണ് 1947 ഓഗസ്റ്റ് മാസം 15 സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അപ്പുറത്തൊരു മതരാഷ്ട്രം പിറവിയെടുത്തു. ഇവിടെ എന്റെയും നിങ്ങളുടെയും മതേതര രാഷ്ട്രവും പിറവിയെടുത്തു. അപ്പുറത്തേത് മതം ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ഇസ്ലാം മതത്തിൽ അടിസ്ഥാനമായ ഇസ്ലാമിക് റിപ്പബ്ലിക് പണിതുയർത്തിയപ്പോൾ ഇവിടെ ഒരു മതേതര റിപ്പബ്ലിക്. ചോദ്യമുണ്ടായിരുന്നു, അവിടെ പോകണമോ? ഇഷ്ടമുള്ളവർക്ക് തിരഞ്ഞെടുക്കാമായിരുന്നു, ഇഷ്ടമുള്ളവർക്ക് തിരഞ്ഞെടുക്കാമായിരുന്നു. ഞങ്ങൾ അവിടേക്കല്ല. ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നത് മതരാഷ്ട്രമായ പാകിസ്ഥാനല്ല. ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നത് മതേതര രാഷ്ട്രമായ ഇന്ത്യയാണ്. വക്കം അബ്ദുൽ ഖാദറും അതോടൊപ്പം തന്നെ അനന്തൻ നായരും ഒരുമിച്ച് തൂക്കിലേറ്റപ്പെട്ട, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഹിന്ദുവും മുസൽമാനുമെല്ലാം ഒരുമിച്ച് തൂക്കിലേറ്റപ്പെട്ട, ഓർമ്മയില്ലേ നിങ്ങൾക്ക് ജനറൽ ഡയറിനെ കൊല്ലാൻ പോയ ഉദ്ധം സിംഗിന്റെ കഥ? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണക്കാരനായ ജനറൽ ഡയറിനെ ഇവിടെ നിന്ന് നാടുകടത്തി. ജീവനിൽ ഭയന്നിട്ട സായിഫിനെ ബ്രിട്ടനിലേക്ക് കൊണ്ടുപോയി. ഒരു കൊച്ചു പയ്യൻ ഒരു റിവോൾവർ എടുത്ത് സൂക്ഷിച്ച് ആ കള്ള റിവോൾവറും കള്ളവണ്ടിയിൽ യാത്ര ചെയ്തു. കരുനാഗപ്പള്ളിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കല്ല, മറിച്ച് ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടനിലേക്ക് കാലഭേദം ഓർമ്മ വേണം. എല്ലാ സുരക്ഷാ കവചങ്ങളുടെയും നടുവിൽ വെച്ച് ബ്രിട്ടനിലെ ഒരു വീതിയിൽ ജനറൽ ഡയറിനെ മുഖാമുഖം കണ്ടൊരു തപസ, ഒരു നേർച്ച പൂർത്തിയാക്കിയതുപോലെ ഇതാ നിശ്ചയിച്ചുറപ്പിച്ച ആ കൃത്യം നിർവഹിച്ചു. ജനറൽ ഡയറിന്റെ പേർക്ക് വിറയൊഴിച്ചു. ജനറൽ ഡയർ പുടഞ്ഞു മരിച്ചു. ചെറുപ്പക്കാരനോടിയില്ല. പിടിക്കപ്പെട്ട ചെറുപ്പക്കാരൻ ബ്രിട്ടീഷ് കോടതിയുടെ മുമ്പിൽ ഹാജരാക്കപ്പെട്ടു. ചോദിച്ചു, നിന്റെ പേരെന്ത്? അവിടെ നിന്നുകൊണ്ട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, നിന്റെ പേര് ഉദ്ധം സിംഗ് എന്നല്ലേ? അല്ല, എന്റെ പേര്, എന്നെ നിങ്ങൾ തൂക്കിലേറ്റു അല്ലെങ്കിൽ നിറയൊഴിച്ചു കൊല്ലു. നിങ്ങൾ എന്നെ നിറയൊഴിച്ചു കൊല്ലു. ഞാൻ വന്നത് മരിക്കാൻ തന്നെയാണ്. ഡയറിനെ കൊന്നിട്ട് മരിക്കാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്.
പക്ഷെ ഒരാഗ്രഹമേ ഞാൻ പറയുന്നുള്ളൂ, എന്റെ പേര് രേഖകളിൽ ഉദ്ധം സിംഗ് എന്നല്ല വെക്കേണ്ടത്, മറിച്ച് റാം മുഹമ്മദ് സിംഗ് ആസാദ് എന്ന് വെക്കണം. ചോദിച്ചു, എന്തിനാ? ഞാൻ വന്നത് ജാലിയൻ വാലാബാഗിന് പകരം വിട്ടാനാണ്. ജാലിയൻ വാലാബാഗിലെ മുൾമൈതാനത്തിൽ പൂന്തോട്ടത്തിൽ പിടഞ്ഞു മരിച്ചവരെ ഹിന്ദുവുണ്ട്, മുസ്ലിമുണ്ട്, ക്രിസ്ത്യനുണ്ട്, സിഖുണ്ട്. ആ മനുഷ്യർക്കെല്ലാവർക്കും വേണ്ടി ജനറൽ ഡയറിനെ ഞാൻ കൊന്ന് ഞാനിതാ കൊലക്കയറേറ്റ് വാങ്ങുമ്പോൾ, മരണമേറ്റ് വാങ്ങുമ്പോൾ എന്റെ പേരെഴുതി വെക്കേണ്ടത് ഉത്തം സിംഗ് എന്നല്ല, മറിച്ച് റാം മുഹമ്മദ് സിംഗ് ആസാദ് എന്നാണ്. ഇന്നും ബ്രിട്ടീഷ് രേഖകൾ പരിശോധിച്ചാൽ കാണാനാകും, ക്ഷുഭിതമായ ഇന്ത്യൻ ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് റാം മുഹമ്മദ് സിംഗ് ആസാദ്. ആ പൈതൃകത്തിന്റെ നെഞ്ചിൽ വെച്ചാണ് ഇന്ത്യയുടെ വിഖ്യാതമായ ഭരണഘടന പിറവിയെടുക്കുന്നത്. ഇന്ത്യ എന്ന ലോകത്തിലെ ഏറ്റവും വലിയ സെക്കുലർ റിപ്പബ്ലിക് പിറവിയെടുക്കുന്നത്. ചരിത്ര പുസ്തകത്തിൽ നമ്മളെ പഠിപ്പിച്ചു പ്ലൂറലിസം, ബഹുസ്വരത, വ്യത്യസ്തതകൾ. ആ വ്യത്യസ്തതകളെയാകെ ജാലിയൻ വാലാബാഗിൽ നിന്നും എടുത്ത ഒരു പടി മണ്ണത്രത്തോളം മനുഷ്യരക്തം കൊണ്ട് പകരമായിരുന്നു. അതിലേതെല്ലാം ഏതെല്ലാം മതങ്ങളുടെ നിറങ്ങൾ കൊണ്ട് വ്യത്യസ്തമായിരുന്നു എന്നതുപോൽ ആ ബഹുസ്വരതയെ ഒരൊറ്റ കുടക്കീഴിൽ നാനാത്വത്തിൽ ഏകത്വം ഇതാ രേഖപ്പെടുത്തി വെക്കുന്നു ഇന്ത്യ. അതാണ് എന്റെ ഇന്ത്യ, അതാണ് നമ്മുടെ ഇന്ത്യ, അതാണ് നമ്മുടെ ഇന്ത്യ. എന്താണ് സെക്കുലറിസം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ അതിന്. ഇന്ത്യക്കൊരു ഔദ്യോഗിക മതമില്ല. അതാണ് അതിന്റെ അർത്ഥം. നിനക്ക് നിന്റെ മതം, എനിക്ക് എന്റെ മതം. ഒരു മതത്തിലും വിശ്വസിക്കാതിരിക്കുന്നവർക്ക് അത് വിശ്വസിക്കണ്ട. ഒന്നിനും നിർബന്ധമില്ല. നീ ഇന്ന മതക്കാരനായതുകൊണ്ട് നിനക്ക് പ്രത്യേക പരിഗണനയില്ല, നീ ഇന്ന മതക്കാരനായതുകൊണ്ട് നീ രണ്ടാം പൗരനാവുകയുമില്ല. ഇതാ RSS തീരുമാനിക്കുന്നു, പൗരത്വം നൽകുന്നു. ഞങ്ങൾ ചോദിക്കുന്നു, മതത്തിനാണോ മനുഷ്യനാണോ പൗരത്വം കൊടുക്കേണ്ടത്? ഇതാണ് പ്രസക്തമാകുന്ന ചോദ്യം. ഇന്ത്യയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് ഇന്ത്യൻ പൗരത്വത്തിന് അവകാശമുള്ളപ്പോൾ അവർ ഇന്ത്യയിൽ ജനിച്ച മനുഷ്യർക്കല്ല, ഇന്ത്യയിൽ ജീവിക്കുന്ന മനുഷ്യർക്കല്ല, മറിച്ച് ഇന്ത്യയിൽ ജീവിക്കുന്ന മതങ്ങൾക്ക്, ഇന്ത്യയിലേക്ക് വരുന്ന മതങ്ങൾക്കും പൗരത്വം കൊടുക്കുന്നു. പൗരത്വത്തിന് മതം മാനദണ്ഡമാകുന്നു. അതിന്റെ അർത്ഥം സെക്കുലർ റിപ്പബ്ലിക് മരിക്കുന്നു, മറിച്ച് ഹിന്ദു രാഷ്ട്ര RSS വിഭാവനം ചെയ്ത മതരാഷ്ട്രത്തിന്റെ ശിലാന്യാസം നടക്കുന്നു. ഇതാണ് സിഎക്കെതിരായ കലാപം. എന്താണ് സിഎ? 6 മതങ്ങൾ, 3 രാജ്യം, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് തുടങ്ങിയ 3 രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന് താമസിക്കുന്ന, രേഖകളില്ലാതെ താമസിക്കുന്ന 6 മതത്തിൽപ്പെട്ടവർക്ക് പൗരത്വം കൊടുക്കും. ഒരു മതത്തിന് പൗരത്വമില്ല. ലളിതമാണ് കാര്യം. പാകിസ്ഥാനിൽ നിന്നൊരു അഹമ്മദിയ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടയാളും ഒരു ഹിന്ദുവും ഒരേ ദിവസം ഇന്ത്യയിലേക്ക് വന്ന് കുടിയേറി താമസിക്കുന്നുണ്ട് എങ്കിൽ അതിൽ ഒരാൾക്ക് പൗരത്വവും മറ്റേയാൾക്ക് തടങ്കൽ പാളയവും കിട്ടും. മുസൽമാന് തടങ്കൽ പാളയം. മതത്തിന് പൗരത്വം കൊടുക്കുന്നു, മതത്തിന് പൗരത്വം കൊടുക്കുന്നു, മനുഷ്യനല്ല പൗരത്വം കൊടുക്കുന്നത്. അതിന്റെ അർത്ഥം ഇന്ത്യ മതരാഷ്ട്രമാകുന്നുവെന്നാണ്. ഇന്ത്യ മറ്റൊരു പാകിസ്ഥാനാകുന്നുവെന്നാണ്. പാകിസ്ഥാൻ മതരാഷ്ട്രമാണ്. ഇന്ത്യ ബംഗ്ലാദേശ് ആകുന്നുവെന്നാണ്. ഇന്ത്യ ഇസ്രായേലാകുന്നുവെന്നാണ്. RSSന്റെ നേതാക്കൾ പറയുന്നു, ലോകത്തെവിടെയും ഹിന്ദുക്കൾക്ക് പോകാൻ പറ്റുന്ന രാജ്യങ്ങളില്ല. അതുകൊണ്ട് ഏത് രാജ്യത്തിലും പെട്ടവർക്ക് ഇവിടേക്ക് വരാം. ഇങ്ങനെ പറയുന്ന ഒരു രാജ്യമേ ലോകത്തുള്ളൂ. ആ രാജ്യത്തിന്റെ പേര് ഇസ്രായേൽ എന്നാണ്. തിയോഡർ ഹസ്രാൽ എന്ന് പറയുന്ന ഒരാളാണ്. തിയോഡർ ഹസ്രാൽ ചരിത്രത്തിലേക്ക് പോകുന്നില്ല. പല ഈ സയനിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ മൂവ്മെന്റിന്റെ തുടക്കം. ലോകമാകെ കിടക്കുന്ന സയനിസ്റ്റുകളെ, ജൂത വിഭാഗത്തിൽപ്പെട്ടവരെ ഒരു കുടക്കീഴിൽ ഒരു ഭൂപ്രദേശത്തേക്ക് കൊണ്ടുവരിക, അതാണ് സയനിസ്റ്റ് മൂവ്മെന്റ്. ആ സയനിസ്റ്റ് മൂവ്മെന്റ് ഇന്ന് പറയുന്നു, അതെങ്ങനെയാണോ പറഞ്ഞത് അതുപോലെ പറയുകയാണ്. മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യം നേടിത്തരുമ്പോൾ, ഇന്ത്യയുടെ സമരസേനാനികൾ സ്വാതന്ത്ര്യം നേടിത്തരുമ്പോൾ, കൊലക്കേറിന്റെ മുമ്പിൽ നിന്ന് പോലും ഇൻകുലാബ് ഉറക്കം വിളിച്ചു സമരഭൂമികയിൽ വിപ്ലവം ശ്രമിച്ച ഭഗത് സിംഗും രാജ്ഗുരുവും സുഖദേവും നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരുമ്പോൾ അവർ നേടിത്തന്നത് ഒരു ഇസ്രായേൽ പണിതുയർത്താനല്ല, ഒരു പാകിസ്ഥാൻ പണിതുയർത്താനല്ല, ഒരു മതേതര ഇന്ത്യക്ക് വേണ്ടിയാണ് അവർ രക്തമൊഴുകിയത്. എങ്കിൽ
ഇന്നത്തെ മതേതര ഇന്ത്യയെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കാൻ ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യർക്കും ബാധ്യതയുണ്ട്. ഞാൻ അടിവരയിടുന്നു, മുഴുവൻ മനുഷ്യർക്കും ബാധ്യതയുണ്ട്. RSSന്റെ കണക്കുകൂട്ടൽ പിഴയ്ക്കുന്നത് അവിടെയാണ്. RSS കരുതി ഇതൊരു വെള്ളിയാഴ്ച സമരമായി അവസാനിക്കും. ഇത് കുറച്ച് മുസ്ലിങ്ങൾ മാത്രം അതിനുവേണ്ടി കരുതി വെച്ചിരുന്ന വാചകമായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞത്. വേഷം കണ്ടാൽ തിരിച്ചറിയും, വേഷം കണ്ടാൽ തിരിച്ചറിയും. തങ്ങളെ തല്ലിയ പോലീസുകാർക്കെതിരെ പ്രതിഷേധവുമായി ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ വന്നത് കയ്യിൽ ചെമ്പനീർപ്പൂക്കളും കരുതിക്കൊണ്ടായിരുന്നു. ചെമ്പനീർപ്പൂക്കൾ വെച്ചു കിട്ടി ദില്ലി പോലീസ് വാസ്കറോ എന്ന താളാത്മകമായി മുദ്രാവാക്യം വിളിച്ചു നിൽക്കുന്ന പെൺകുട്ടികളെ നമ്മൾ കണ്ടു. അതിൽ ബീഹാറുകാരിയായ ഒരു പെൺകുട്ടിയുടെ കയ്യിൽ കരുതിയിരുന്ന പ്ലക്കാർഡ് ഇങ്ങനെ രേഖപ്പെടുത്തുന്നു: പപ്പ കരുതുന്നു ഞാൻ ക്ലാസ് മുറിയിലിരുന്ന് ചരിത്രം പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. പക്ഷെ പപ്പ അറിയുന്നില്ലല്ലോ ഞാൻ ചരിത്രം സൃഷ്ടിക്കുന്ന തിരക്കിലാണെന്ന്. ആ വിദ്യാർത്ഥിനി വൈറലായി. ആ വിദ്യാർത്ഥിനി തരംഗമായപ്പോൾ ആ വിദ്യാർത്ഥിനിയുടെ അരികിലേക്ക് മാധ്യമങ്ങൾ പോയി. അവൾ വെളിപ്പെടുത്തി, ഞാൻ ബീഹാറുകാരി, പേര് മുസ്ലിമല്ല, ഹിന്ദു. അവൾ പറഞ്ഞു, ഈ രാജ്യം വിട്ടുമുറിക്കപ്പെടാൻ പാടില്ല. ചരിത്ര വിദ്യാർത്ഥിയായി എനിക്ക് ക്ലാസ് മുറിയിൽ ഇരിക്കുമ്പോൾ അറിയാം ഇന്ത്യ വിഭജിക്കപ്പെടുകയാണെന്ന്. ഞാൻ തെരുവിലേക്ക് ഇറങ്ങുന്നു. ഞാൻ ചരിത്രം നിർമ്മിക്കുന്ന തിരക്കിലാണെന്ന് ഞാനും എന്റെ കൂട്ടുകാരും. പിന്നെ പഠിക്കാം, ആദ്യം ചരിത്രം നിർമ്മിക്കട്ടെ, എന്നിട്ട് നമുക്ക് പഠിക്കാം. അവൾ മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയുടെ NDAക്ക് വോട്ട് ചെയ്ത വോട്ടർ കൂടിയാണ് ഞാൻ. നരേന്ദ്രമോദിയുടെ താളം തെറ്റുന്നത് നോക്കൂ, ഇങ്ങനെയാണ്. നമ്മൾ ഉയർത്തുന്ന സമരങ്ങൾക്ക് മഹാമന്ത്രികമായ ഓരോ മുദ്രാവാക്യത്തിനും ഇവിടെ നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ ആരെങ്കിലും കരുതുന്നുണ്ടോ ഇതുകൊണ്ടെന്ത് നേടുന്നു, ഇതുകൊണ്ടെന്ത് നേടുന്നു എന്നാരെങ്കിലും കരുതുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ഈ രാജ്യത്തിന്റെ ഓരോ തെരുവിലും ക്ലാസ് മുറിയിലുമെല്ലാം വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും ആളുകളും വൃദ്ധരും വയോധികരുമെല്ലാം സ്ത്രീയും പുരുഷനുമെല്ലാം ഒരുമിച്ചിരുന്ന് ഇതുപോലെ മുദ്രാവാക്യം മുഴക്കുമ്പോൾ അത് വീണ്ടും വീണ്ടും ആയിരങ്ങളിലേക്ക് പടരുമ്പോൾ അഗ്നി പോലെ നാളെ ഒരിക്കൽ ഈ വിധ്വംസക ഭരണകൂടത്തെ തകർത്തറിയാൻ കഴിയുന്ന വിധം അതൊരു ശക്തിയായി കത്തിപ്പടരും. ഒരു സംശയവും വേണ്ട, ഒരു സംശയവും വേണ്ട. നമ്മുടെ ആത്മവിശ്വാസം ചോർന്നു പോകേണ്ടതില്ല. RSS തെറ്റിയത് ഇതൊരു മതസമരമായി അവസാനിക്കുമെന്നാണ്. ഇന്നിതാ ഇതൊരു മതേതര സമരമായി ഉയരുന്നു. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഇവിടെ ഫാസിസം വന്നു കഴിഞ്ഞാൽ ഫാസിസത്തിന്റെ ചുവടുവയ്പാടില്ല. ഫാസിസ്റ്റ് ഭരണക്രമത്തിലേക്ക് പൂർണ്ണമായി ചെന്ന് വീണാൽ ഞാൻ സുരക്ഷിതൻ എന്നൊരു ഭാഗമില്ല. ആദ്യം അവർ ജൂതന്മാർക്ക് നേരെ ചെന്നു, ഞാൻ മിണ്ടിയില്ല, കാരണം ഞാൻ ജൂതനല്ലോ. പിന്നെ അവർ കമ്മ്യൂണിസ്റ്റുകളെ തേടി ചെന്നു, അപ്പോഴും ഞാൻ മിണ്ടിയില്ല, കാരണം ഞാൻ കമ്മ്യൂണിസ്റ്റ് അല്ലല്ലോ. പിന്നെ അവർ തൊഴിലാളികൾക്ക് നേരെ ചെന്നു, അപ്പോഴും ഞാൻ മിണ്ടിയില്ല, കാരണം ഞാൻ തൊഴിലാളിയല്ലല്ലോ. പിന്നെ അവർ ക്രൈസ്തവരെ തേടി ചെന്നു, അപ്പോഴും ഞാൻ നിശബ്ദനായിരുന്നു, കാരണം ഞാൻ ക്രൈസ്തവനല്ലല്ലോ. ഒടുവിൽ ഒരു നാൾ അവർ എന്നെ തേടി വന്നു. അപ്പോൾ എനിക്ക് ചുറ്റിലും എനിക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരുമുണ്ടായിരുന്നില്ല. മാർട്ടിൻ നിമോയില്ലറുടെ കാലത്ത് എഴുതിയതാണ്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇന്ന് രാവിലെ 11 മണി സമയത്ത് ഞാൻ സന്ദർശിച്ച ഒരു സ്ഥലം പന്തളത്തായിരുന്നു. പന്തളത്തിന് പോയെന്നറിയുമോ നിങ്ങൾക്ക്? അഭിമാനത്തോടെ ഞാൻ പറയുന്നു, നിങ്ങളുടെ മുമ്പിൽ ഞാൻ സംസാരിച്ചിരിക്കുമ്പോഴും ഇതാ പന്തളത്ത് എന്റെ സംഘടനയിൽപ്പെട്ട DYFIയുടെ പ്രവർത്തകർ ഉറക്കമില്ലാതെ ഒരു കൺവെൻഷന് കാവൽ നിൽക്കുകയാണ്. ഫെബ്രുവരി 4 ആരംഭിക്കുന്ന ഒരു കൺവെൻഷന് കാവൽ നിൽക്കുകയാണ്. അവർ കാവൽ നിൽക്കുന്ന കൺവെൻഷൻ പൊളിറ്റിക്കൽ കൺവെൻഷൻ അല്ല. അതിൽ വ്യത്യസ്ത മതക്കാരുണ്ട്. അവർ കൊടിയെടുത്ത് പിടിച്ച് വെള്ളപത്രമണിഞ്ഞ് അവിടെ കാവൽ നിൽക്കുന്നത് DYFIയുടെയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെയോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയോ കൺവെൻഷൻ അല്ല, മറിച്ച് പെന്തക്കോസ്ത് സഭയുടെ ബൈബിൾ കൺവെൻഷനാണ്. അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ കൺവെൻഷൻ നടത്താൻ പോകുന്നു. എവിടെ? കേരളത്തിലാണ്, പന്തളത്താണ്. ആ പന്തളത്ത് നടത്താൻ പോകുന്ന കൺവെൻഷൻ നടക്കുന്ന പണി തുടങ്ങുമ്പോൾ കൺവെൻഷൻ സെന്ററിന്റെ നടുവിൽ RSSന്റെ കൊടി കൊണ്ടുവെക്കുന്നു. തുടരരുത്, ഇവിടെ വരരുത്. ആ കൊണ്ടുവച്ച RSSന്റെ കൊടി ഇപ്പോഴവിടെ എവിടെയോ ഒരു പിടി ചാരമായി കിടപ്പുണ്ട്, ഒരു പിടി ചാരമായി കിടപ്പുണ്ട്. ഇനി അവിടെ അതുപോലൊരു കൊടിയുമായി കടന്നു വരാതിരിക്കാൻ രാപ്പകലില്ലാതെ ഇവിടെ ചെറുപ്പക്കാർ കാവൽ നിൽപ്പുണ്ട്. ഉഷുള്ള കുട്ടികൾ കാവൽ നിൽപ്പുണ്ട്. അവിടെ സന്ദർശിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. നോക്കൂ, ആരും സുരക്ഷിതരല്ല.
ഒരാളും സുരക്ഷിതരല്ല. ഞാനിവിടെ സംസാരിച്ചു ബിൽക്കീസ് ബാനുവിനെ കുറിച്ച്, ഞാനിവിടെ സംസാരിച്ചു മുഹമ്മദ് അഖ്ലാഖിനെ കുറിച്ച്, നമുക്കറിയാവുന്ന ഖുതുബുദ്ദീൻ അൻസാരി, കൈകുപ്പി നിൽക്കുന്ന ഖുതുബുദ്ദീൻ അൻസാരി. പക്ഷെ ഈ പേരുകളെക്കാൾ മുമ്പ് ഇന്ത്യയിൽ ചുട്ടരിക്കപ്പെട്ടതാരായിരുന്നു? മറന്നുപോകുന്നു നമ്മൾ. മറവികളോടുള്ള ഓർമ്മകളുടെ കലാപമാണ് രാഷ്ട്രീയ പ്രവർത്തനമെന്ന് മിലൻ കുന്ദേര പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, എത്ര പെട്ടെന്നാണ് നമ്മൾ മറന്നു പോകുന്നത്. ഓർമ്മയില്ലേ? ഒരു രാത്രിയിൽ ഒരു വൈകുന്നേരത്ത് നമ്മൾ കേട്ട ഞെട്ടലോടെയുള്ള വാർത്ത, സുവിശേഷ പ്രസംഗത്തിന് വേണ്ടി വന്ന് മടങ്ങി പോകുന്ന വഴിയിൽ ക്രൈസ്തവ പുരോഹിതനായ ഗ്രഹാം സ്റ്റുവർട്ട് സ്റ്റെയിൻസ് മക്കൾ ഫിലിപ്പ്, തിമോത്തി പിഞ്ചു കുഞ്ഞുങ്ങളായിരുന്നു, ചുട്ടുകൊല്ലപ്പെട്ടു. അവർ സഞ്ചരിച്ചിരുന്ന ഒമ്നി വാൻ തീയിട്ട് കത്തിച്ചു. വെന്തുരുകുമ്പോഴും ബൈബിളും ഉണ്ടായി. കത്തിത്തീരാത്ത ബൈബിളിന്റെ അക്ഷരശകലങ്ങളിലൂടെ തിരിച്ചറിഞ്ഞു ബൈബിൾ നെഞ്ചോട് ചേർത്ത് വെച്ചാണ് പറയാത്രയായതെന്ന്. അന്ന് പലരും ചോദിച്ചു, ദുഷ്ടന്മാർ, ക്രൂരന്മാർ, ആർഎസ്എസുകാർ തീ കൊളുത്തി കൊല്ലുമ്പോൾ വാവിട്ട് നിലവിളിച്ചാലറിയാം ആ പിഞ്ചു പൈതങ്ങളെയെങ്കിലും പപ്പയുടെ നെഞ്ചിൽ കെട്ടിപ്പിടിച്ച് അള്ളിപ്പിടിച്ച് കിടന്നയാ ഫിലിപ്പിനെയും തിമോത്തി എന്ന പിഞ്ചു കുഞ്ഞുങ്ങളെയെങ്കിലും പുറത്തേക്കൊന്ന് വലിച്ചെറിഞ്ഞുകൊണ്ടായിരുന്നു. പാതി വന്ന ശരീരമായി ഇന്നും അവർ ജീവിക്കുമായിരുന്നല്ലോ, എന്തിന് അവരുടെ ജീവൻ എടുത്തു എന്ന് ചോദിച്ചു. ആ ഗ്രഹാം സ്റ്റുവർട്ട് സ്റ്റെയിൻസിനെയും മക്കൾ ഫിലിപ്പിനെയും തിമോത്തിയെയും മറന്നു പോകരുത്. ഒറീസയിൽ ചുട്ടരിക്കപ്പെട്ട ക്രൈസ്തവ ആരാധനാലയങ്ങൾ മറന്നു പോകരുത്. സീറോ മലബാർ സഭയുടെ ഒരു സർക്കുലർ ഇപ്പൊ പുറത്തു വരുമ്പോ, സിനഡിന്റെ തീരുമാനം വരുമ്പോ അതൊക്കെ പെട്ടെന്ന് മറന്നുപോയോ എന്ന് ഡിവൈഎഫ്ഐ സംശയിക്കുകയാണ്. അങ്ങനെ മറക്കാറായോ? ഞാൻ സുരക്ഷിതനായിരിക്കും എന്നൊരു ചിന്ത ഒരാൾക്കും വേണ്ട. എന്താണ് ആർഎസ്എസിന്റെ ലക്ഷ്യം? മതരാഷ്ട്രം മാത്രമല്ല. ആർഎസ്എസ് എന്താണ്? ആർഎസ്എസ് ഒരാൾക്കൂട്ടമല്ല. ആർഎസ്എസ് എന്താണ് ചെയ്യാൻ പോകുന്നത് എഴുതി വെച്ചിട്ടുണ്ട്. 2 ഗ്രന്ഥങ്ങൾ വായിച്ചാൽ മതി. ഒന്ന് നാം അഥവാ നമ്മുടെ ദേശീയത നിർവചിക്കപ്പെടുന്നു എന്ന പുസ്തകം, മറ്റൊന്ന് വിചാരധാര. അപകടം പിടിച്ചത് നാം അഥവാ നമ്മുടെ ദേശീയത നിർവചിക്കപ്പെടുന്നു. ദേശീയത, പൗരത്വം നിർവചിക്കുന്നത് ആ പുസ്തകത്തിലാണ്. അത് നടപ്പിലാക്കാൻ ഇറങ്ങി പുറപ്പെട്ട സെക്രട്ടറിയാണ് ആർഎസ്എസ്. അതിന് വില കുറച്ച് കാണരുത്. 1924 പിറവിയെടുത്ത ആർഎസ്എസ് 2024 NRC പൗരത്വ പട്ടിക നടപ്പിലാക്കുമെന്ന് പറയുമ്പോൾ വെറുതെ പറഞ്ഞിട്ട് പോവാണെന്ന് കരുതുക. വെറുതെ എന്തോ നെഞ്ചു തട്ടി പറയാണെന്ന് തോന്നരുത്. അതങ്ങ് പറയാണ്. അവർ എഴുതി വെച്ചിരിക്കുകയാണ്. വായിച്ചു. ഇന്ത്യക്ക് പുറത്തു നിന്നും വന്നവർ ശത്രുക്കളെ നിർവഹിച്ചിട്ടുണ്ട്. അപരം ശത്രുക്കൾ ആരൊക്കെയാണ്? ഒന്ന് മുസ്ലിം, എഴുതി വെച്ചിട്ടുണ്ട്. ഒന്ന് മുസ്ലിങ്ങൾ, 2 ക്രിസ്ത്യാനികൾ, വളരെ കൃത്യമാണ്. മൂന്നാമത്തേത് കമ്മ്യൂണിസ്റ്റ്. കുറെ കാലം മുമ്പ് ഞാൻ ഇതിനിടയിൽ ഒരു കാര്യം പറഞ്ഞു. ഞങ്ങൾ ഇങ്ങനെ ആർഎസ്എസുകാർ കൊല്ലയും ഞങ്ങൾ തിരിച്ച് പ്രതിരോധിക്കുകയൊക്കെ ചെയ്തു. പലരും ഞങ്ങളോട് പറഞ്ഞു, ഇതൊക്കെ അവസാനിപ്പിച്ചിട്ട് കുറച്ച് പ്രാവനെ പറഞ്ഞുകൂടെ. അങ്ങനെ ഞങ്ങളെ ഉപദേശിക്കാൻ പലരും പ്രാവനെയും പറഞ്ഞു. ഒരു കാര്യം ഞാൻ പറയാം, ഞങ്ങളെ അവർ കൊന്നതും ഞങ്ങൾ പ്രതിരോധിച്ചതൊന്നും വെറുതെ ആയിരുന്നില്ല. എഴുതി വെച്ചിട്ടുണ്ട്. 1 മുസ്ലിങ്ങൾ, 2 ക്രിസ്ത്യാനികൾ, 3 കമ്മ്യൂണിസ്റ്റുകൾ. ഞങ്ങൾ പ്രാവനെ പുറത്താൻ തീരുമാനിച്ചാൽ ആർഎസ്എസ് ആയുധം വെച്ച് പോവില്ല. മനസ്സിലായല്ലോ? ഞാൻ ഇടയ്ക്കൊന്നും പറഞ്ഞതേ ഉള്ളൂ, തിരിച്ചു വരാം. ആർഎസ്എസ് എഴുതി വെച്ചിട്ടുണ്ട് 3 പേർ. ഇവരുടെ മുമ്പിൽ 2 വഴികളെ. അതിലൊന്നാമത്തെ വഴി ഇന്ത്യൻ ദേശീയതയെ തിരിച്ചറിഞ്ഞ് ദേശീയതയിൽ വിശ്വസിച്ച് ഇവിടെ ലയിച്ചു ചേരുക. ഇവിടെയായി ഇല്ലെങ്കിലോ പൗരത്വമില്ലാതെയോ 2ാം തരം പൗരന്മാരായോ ഇന്ത്യയിൽ തുടരുക. എത്ര കാലം? ഇവർ നിശ്ചയിച്ചു തരുന്ന ദിവസം വരെ. അത് കഴിഞ്ഞാൽ രാജ്യങ്ങൾ. ഇത് ആർഎസ്എസിന്റെ സിദ്ധാന്തമാണ്. ഇതുവരെ ആരും തള്ളി പറഞ്ഞിട്ടില്ലല്ലോ. ഇത് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൽ തൊട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. അത് പറയുമ്പോ ഇങ്ങനെ വരുമ്പോ അപ്പൊ പിന്നെ എല്ലാവരും പോയിട്ട് ഹിന്ദു രാഷ്ട്രമാണല്ലോ വരുന്നത്, ഞാനപ്പോ ഹിന്ദുവാണല്ലോ എന്ന് ആരെങ്കിലും കരുതിയാൽ പൊന്നു സഹോദര, നീ എന്ന ഹിന്ദു അതിലില്ല. കുറച്ചുകൂടി മുമ്പോട്ട് പോകേണ്ടി വരും ചരിത്രം. മദൻ മോഹൻ മാളവ്യ ബനാറസ് ഹിന്ദു സർവകലാശാല സ്ഥാപിക്കുന്നതിനു വേണ്ടി ഹിന്ദു മഹാസഭാ നേതാവായിരുന്നു. രാജ്യത്താകെ നടന്ന് ഹിന്ദു സംഘടനകളുടെ യോഗം വിളിച്ചു പണം സമാഹരിച്ചു. കേരളത്തിലും വന്നു. കോട്ടയത്തായിരുന്നു യോഗം.
കോട്ടയത്തെ ആ യോഗത്തിൽ സനാതന ഹൈന്ദവ രാഷ്ട്രമാണ് പണിതുയർത്തേണ്ടത് എന്നും രാമരാജ്യമാണ് പണിയേണ്ടത് എന്നും സവിസ്തരം പ്രതിപാദിച്ചു പോവുകയാണ്. നിങ്ങൾ ആവർത്തിച്ച് സ്വപ്നം പങ്കുവെക്കുകയായിരുന്നു മദൻ മോഹൻ മാളവ്യ. സഹിക്കവയ്യാതായപ്പോൾ സദസ്സിൽ നിന്നൊരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ്, മിസ്റ്റർ മദൻ മോഹൻ മാളവ്യ, രാമരാഷ്ട്രത്തെ കുറിച്ച് ഒരു അക്ഷരം ഇവിടെ മണ്ടിപ്പോകരുത്. നിങ്ങൾ ഈ പ്രസംഗിക്കുന്ന ഹിന്ദു രാഷ്ട്രയിൽ ഞാനെന്ന ഹിന്ദുവില്ല, ഞാനെന്ന കറുത്തവനില്ല, ഞാനെന്ന കീഴാളനില്ല. ഒരക്ഷരമിനി ആ ഹിന്ദു രാഷ്ട്രത്തെ കുറിച്ച് നിങ്ങൾ സംസാരിക്കരുത്. പ്രസംഗം നിർത്തി. അയാൾ പറഞ്ഞു, തപസ്സു ചെയ്തതിന്റെ പേരിൽ ഒരു ശൂദ്രമുനിയെ വെട്ടിക്കൊന്ന രാമന്റെ ഭരണത്തെക്കാൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് രാവണന്റെ ഭരണമാണ് സാർ. ഇനി ഒരക്ഷരം സംസാരിക്കരുത്. മദൻ മോഹൻ മാളവ്യ പ്രസംഗം അവസാനിപ്പിച്ചിറങ്ങിപ്പോയി. ചോദിച്ചായിരുന്നറിയാം എനിക്ക് ചരിത്രത്തിൽ, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെന്ന് ലോകത്തോട് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണെങ്കിൽ ഗുരുവിന്റെ ഒരു ശിഷ്യൻ പറഞ്ഞു, ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യര്. സഹോദരനയ്യപ്പൻ സി കേശവന്റെ ജീവിത സമരം എന്ന പുസ്തകം എടുത്തു നോക്കിയാൽ ഞാൻ ഈ പറഞ്ഞ ഭാഗം നിങ്ങൾക്ക് അതിൽ കാണാൻ കഴിയും. അന്ന് സഹോദരനയ്യപ്പന്മാർ തിരിച്ചറിഞ്ഞിരുന്നു. ഏതാ ഇവർ പറയുന്ന സനാതന ഹൈന്ദവ രാഷ്ട്രത്തിൽ ഞാനില്ല. ഇവിടെ ഇപ്പോ സുമയ്യ പാടിയിട്ട് പോയ, ഞാൻ എന്റെ പ്രസംഗം തുടങ്ങിയതിലാണല്ലോ, അവസാനിപ്പിക്കുന്നതിൽ അവസാനിപ്പിക്കാം. സുമയ്യ പറഞ്ഞ ആസാദി പാട്ടിൽ ഒരു വരിയുണ്ട്. എന്താ വരി? മനുവാദു സേ ആസാദി. എന്തുകൊണ്ടാണ് ചത്ത പശുവിന്റെ തോലൊഴിഞ്ഞ ദളിതനെ അവർ ആക്രമിക്കുന്നത്? മനുവാദമാണ് അവർ നടപ്പിലാക്കുന്നത്. മനുവാദു സേ ആസാദി. ഇന്ത്യയുടെ വിഖ്യാതമായ ഭരണഘടന ഏൽപ്പിച്ചു ചിന്തയറിയണം അവർക്ക്. പകരം അവർ കിനാവ് കാണുന്നത് മറ്റൊരു ഭരണഘടനയെ അവർ കാണുന്നുവെങ്കിൽ ഇന്ത്യക്കൊരു ഭരണഘടന ഉണ്ടാകണമല്ലോ. അവർ സ്ഥാപിക്കുന്ന രാജ്യത്തിനും ഒരു ഭരണഘടന വേണമല്ലോ. ഇന്നത്തെ ഇന്ത്യയെ കൊന്നാൽ പുതിയ ഇന്ത്യ, അവരുടെ ഇന്ത്യക്ക് അവർ വയ്ക്കുന്ന ഭരണഘടന മനുസ്മൃതിയാണ്. അത് സവർണ ബ്രാഹ്മണിക്കൽ മനുസ്മൃതി. ആ സവർണ ബ്രാഹ്മണിക്കൽ രാഷ്ട്രമാണ്. അതിൽ ഈ സാധാരണക്കാരനുണ്ടാകില്ല. അടിക്കണക്കിന് ജാതി പറഞ്ഞ് മനുഷ്യൻ അളന്നു തിരിച്ചു മാറി നിൽക്കണം. ആ തിരിച്ചറിവിന്റെ ചൂളയിൽ നിന്നുകൊണ്ടാണ് സഹോദരനയ്യപ്പൻ മദൻ മോഹൻ മാളവ്യക്ക് നേർക്ക് കൈ ചൂണ്ടി അന്ന് പറഞ്ഞത്. നമ്മൾ ഇന്നും പറഞ്ഞുകൊണ്ടേയിരിക്കണം, അത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അപ്പൊ നിങ്ങൾ ചോദിക്കും, പ്രധാനമന്ത്രി നരേന്ദ്രമോദി OBC കാരനാണല്ലോ, രാംനാഥ് കോവിന്ദ് ദളിതനാണല്ലോ, അബ്ദുള്ള കുട്ടി മുസ്ലിമാണല്ലോ, ആരിഫ് മുഹമ്മദ് ഖാൻ മുസ്ലിമാണല്ലോ എന്ന് ചോദിക്കും. നിങ്ങൾക്കാവണോ BJP? നിങ്ങൾക്കാവാം. ഞാൻ നേരത്തെ പറഞ്ഞത് ശ്രദ്ധിക്കണം. രണ്ടേ രണ്ട് വഴികളെയുള്ളൂ. അതിൽ ആദ്യത്തെ വഴി തേടിയവരാണ് രാംനാഥ് കോവിന്ദ് മുതൽ ആരിഫ് മുഹമ്മദ് ഖാൻ വരെയുള്ളവർ. ഏതാണ് ആ വഴി? ഇവരുടെ സാംസ്കാരിക സ്വത്വത്തിൽ ലയിച്ചു ചേരണം, അവരായി മാറണം. രണ്ട്, അവരുടെ സിദ്ധാന്തങ്ങളും അവരുടെ ചാതുർവർണ്ണയവും അതുപോലെ അംഗീകരിക്കണം. എങ്കിൽ നിനക്ക് ഇവിടെ തുടരാം, ഒരു സംശയമില്ല. നിനക്ക് ഇവിടെ തുടരാം. രാംനാഥ് കോവിന്ദ് തുടരാം, അബ്ദുള്ള കുട്ടിക്കാകാം, ആരിഫ് മുഹമ്മദ് ഖാനാകാം, നാളെ നിങ്ങൾക്ക് ആർക്കെങ്കിലും നോക്കാം. പക്ഷെ നീയായി പറ്റും. നിന്റെ സാംസ്കാരിക സ്വത്വവും നിന്റെ വിശ്വാസവും നിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതല്ല. മറിച്ചോ ഇവർ പറയുന്ന സംസ്കൃതിയുടെ ഭാഗമായി അതിൽ ലയിച്ചു ചേരണം. അത് അംഗീകരിച്ചാൽ ആർക്കാവാം? സിമ്പിളാണ് കാര്യം. അതുകൊണ്ട് ഇവരെ ഇങ്ങോട്ട് പറയാൻ പറ്റണ്ട. അതും അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് വായിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാകും. അത് അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ RSSന്റെ ലക്ഷ്യം മതരാഷ്ട്ര സംസ്ഥാപനം മാത്രമല്ല, മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട്. എന്തെന്നറിയോ? ഒരു രാജ്യം, ഒരു രാഷ്ട്രം, അങ്ങനെയാണ് അവർ പറയുക. ഒരു ഭാഷ, ഒരു സംസ്കാരം. ഒരു രാഷ്ട്രം, ഒരു ഭാഷ, ഒരു സംസ്കാരം. ഏതാണ് രാഷ്ട്രം? ഇന്ത്യ എന്ന രാഷ്ട്രം. ആ ഇന്ത്യ എന്ന രാഷ്ട്രത്തിൽ സംസ്ഥാനങ്ങൾക്കൊന്നും വലിയ പങ്കുണ്ടാകില്ല, സംസ്ഥാനങ്ങൾക്കൊന്നും വലിയ അധികാരവും ഉണ്ടാകില്ല. നോക്കൂ, ടാക്സ് ചുമത്താനുള്ള അധികാരം എല്ലാ സംസ്ഥാനങ്ങൾക്കും നിന്ന് നഷ്ടപ്പെട്ടു. ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അല്ല, ഏകീകൃത ടാക്സ് ഘടന രാജ്യത്ത് വന്നു കഴിഞ്ഞു. രാജ്യത്തൊരൊറ്റ ടാക്സായി ഇന്ന് സംസ്ഥാനങ്ങൾ കാഴ്ചക്കാരായി. ക്രമസമാധാന പാലനത്തിന്റെ ചുമതല സംസ്ഥാനങ്ങൾക്കുള്ളതായിരുന്നുവെങ്കിൽ NIA നിയമം ഭേദഗതി ചെയ്തതോടെ സംസ്ഥാനങ്ങൾക്ക് മാത്രമുണ്ടായിരുന്ന ക്രമസമാധാന ചുമതല കേന്ദ്ര സർക്കാരിലേക്ക് പോയി. കരസേനയും വ്യോമസേനയും നാവികസേനയ്ക്ക് മുകളിൽ പുതിയൊരു സേനാ മേധാവിയെ കൊണ്ടുവച്ചു, ബിപിൻ റാവത്തിനെ.
കാണാതെ പോകരുത്. മറ്റൊരു ചർച്ചയും ഇത് ആരംഭിച്ചു കഴിഞ്ഞു. സർവകക്ഷി യോഗം വിളിക്കുകയാണ് നരേന്ദ്രമോദി. ഇലക്ഷൻ കമ്മീഷനോട് അത് സംബന്ധിച്ചുള്ള ഫയലുകൾ മുൻപോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. എന്തിനാണ് ഈ രാജ്യത്ത് പല സമയത്ത് തിരഞ്ഞെടുപ്പ്? ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ്. ചർച്ച ആരംഭിച്ചു കഴിഞ്ഞു. ഞാൻ ആവർത്തിക്കുന്നു, ഒരു രാഷ്ട്രം, ഒരു ഭാഷ, ഒരു സംസ്കാരം. 2018 ഡൽഹിയിൽ ചേർന്ന ലോക ഹിന്ദു കോൺഫറൻസ്, സംഘപരിവാറിന്റെ കോൺഫറൻസ്, അതിലവർ പ്രഖ്യാപിക്കുന്നു 5 M ആണ് ഇന്നത്തെ ഇന്ത്യയുടെ ശ്രദ്ധിക്കൂ, 5 M. അത് സീറോ മലബാർ സഭയെല്ലാം പ്രത്യേകം കേൾക്കുന്നത് നല്ലതായിരിക്കും. 5 M. ഒന്നാമത്തെ M അത് മുസ്ലിം ടെററിസം. രണ്ടാമത്തേത് മെക്കാളയിസം, ആധുനികവൽക്കരണത്തെയാണ് ഈ പറയുന്നത്. ആധുനികവൽക്കരണം, നല്ല വേഷമെല്ലാം ധരിച്ചിറങ്ങി നടക്കുന്ന ആളുകളെയും പെൺകുട്ടികളെയും എല്ലാം ആക്രമിക്കാൻ വരുന്ന ഹനുമാൻ സേനയൊക്കെ കാണുന്നില്ലേ? മെക്കാളയിസം. മെറ്റീരിയലിസ്റ്റുകൾ, ഭൗതികവാദികൾ. 4 മാർക്സിസം. നെക്സ്റ്റ് മിഷനറി പ്രവർത്തനം, ക്രിസ്ത്യൻ മിഷനറീസ്. ഈ 5 Mലാണ് ആ സമ്മേളനം വേറൊരു കാര്യം കൂടി പ്രഖ്യാപിച്ചു. ഒരു രാഷ്ട്രം, ഒരു ഭാഷ, ഒരു സംസ്കാരം. എന്താ പുതിയ പ്രഖ്യാപിച്ച? ഇന്ത്യ ഹിന്ദുസ്ഥാൻ. ഇടയ്ക്ക് അമിത്ഷാ ഈ ഹിന്ദി പറഞ്ഞിട്ട് തിരികെ അകത്തിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? ഒരു വിവാദം ഇടയ്ക്ക് വന്നതാണ്. അകത്ത് എത്ര അടക്കി വെക്കാൻ പറഞ്ഞാലും അകത്ത് അടിച്ചിട്ട് പോയാലും വാള് വെച്ചു. അതാണ്ട് അതുപോലെ ഭാഷ ഉണ്ട് കിടക്കാണ്. ഇന്ന് ഫാസിസം വന്ന് എന്റെയും നിങ്ങളുടെയും, ഞാനിപ്പോൾ കേരള യൂണിവേഴ്സിറ്റി യൂണിയന്റെ സാഹിത്യ ക്യാമ്പിൽ പ്രസംഗിച്ചിട്ട് വരികയാണ്. അവിടെ വൈകുന്നേരം അവരുടെ ക്ലാസിംഗ് സെറമണിയുടെ ഭാഗമായി നടത്തിയ ഒരു ടോക്ക് ഷോയിൽ അവർ കൊടുത്തിരുന്ന മനോഹരമായൊരു ടൈറ്റിലായിരുന്നു, കേരള സർവകലാശാലയുടെ എടുത്ത ടൈറ്റിൽ. ഞാനതിനെ അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഫാസിസം വന്ന് പേര് ചോദിക്കുമ്പോൾ എന്നാണ്. ഫാസിസം വന്ന് പേര് ചോദിക്കുമ്പോൾ. ഇന്ന് ഫാസിസം വന്ന് പേര് ചോദിക്കുന്നുവെങ്കിൽ നാളെ തൊട്ടടുത്ത ദിവസം ഫാസിസം വന്ന് ചോദിക്കാൻ പോകുന്നതിന്റെ ഭാഷയാണ്. ഇന്ന് ഇസ്ലാം മതത്തെ ചൂണ്ടിയാണ് ഫാസിസം കളിയിളകുന്നതെങ്കിൽ തൊട്ടടുത്ത നിമിഷം ക്രിസ്ത്യനെ ചൂണ്ടിയാണ് കളിയിളകുന്നത്. പിന്നെ നിന്റെ സവർണബോധത്തിലും ജാതിയിലുമായിരിക്കും. മനുഷ്യന്റെ പ്രശ്നങ്ങളെ മനുഷ്യന്റെ പ്രശ്നങ്ങളായി കാണുന്നേയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരിച്ചറിയണം, ഈ രാജ്യത്ത് ഉയർന്നു വരേണ്ടത് ഇവിടെ ആണ് എടുക്കുന്നത്, വിഭജിപ്പിക്കുകയാണ്. എന്തിനിപ്പോൾ ഒരു പൗരത്വ രജിസ്റ്ററിനെ കുറിച്ച് അവർ സംസാരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഹിന്ദു മുസ്ലിം വിഭജനം കരുത്ത പ്രാപിക്കുക എന്നതാണ്. ഞാനും നീയും ഒരുമിച്ചിരിക്കരുത് എന്നതിനെ കുറിച്ചാണ്. എന്നെയും നിന്നെയും വേർതിരിച്ചിരുത്താനാണ്. ഓർമ്മയില്ലേ ചരിത്രത്തിലെ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന പാഠഭാഗം ജാഗ്രതകൾ പഠിച്ചത്? ബ്രിട്ടൻ ചെയ്തത് ഇത് തന്നെയാണ്. എന്നെയും നിന്നെയും വിഭജിക്കുകയാണ്. ഇന്നലെയാണ്, കഴിഞ്ഞ ദിവസമാണ് മാംഗ്ലൂരു എയർപോർട്ടിൽ ഒരു തീവ്രവാദി പിടിയിലായത്. അത് ഇസ്ലാം മതസ്ഥനായ, ഇസ്ലാം പേരുകാരനായ ഒരാളായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു? പേരിനെ വല്ലാതെ അടയാടുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ ബിജെപിയുടെ ഒരു വക്താവ് എന്നെ ചുട്ടി പറഞ്ഞു, റഹീമിനത് മനസ്സിലാകില്ല. ഞാൻ കരുതി എന്നോടുള്ള വ്യക്തിപരമായ വിദ്വേഷമാണെന്ന്. തീരുന്നില്ല. റഹീം മാത്രമല്ല, നോക്കൂ, പട്ടികയിൽ റഹീമും റിയാസ്, ഷംസീർ എന്നിങ്ങനെ നീണ്ടുപോവുകയാണ്. ഞാൻ ആ ചർച്ചയിൽ പറഞ്ഞു, ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് ഇതിലൊരാൾ, അത് ഞാനാണ്. ഒരാൾ ഡിവൈഎഫ്ഐ എന്ന സംഘടനയുടെ അഖിലേന്ത്യാ പ്രസിഡന്റാണ്, റിയാസാണ്. മൂന്നാമത്തെയാൾ എല്ലാ വിഭാഗം ജനങ്ങളും വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഒരു MLA ആണ്, ഷംസീർ. ഞങ്ങൾക്ക് പോലും ഒരു പരിരക്ഷ കിട്ടുന്നില്ലെങ്കിൽ സാധാരണക്കാരായ മുസ്ലിം നാമധാരികളുടെ അവസ്ഥ എന്തായിരിക്കും? മാംഗ്ലൂരു എയർപോർട്ടിൽ വെച്ച് പിടിയിലായത് ഒരു മുസ്ലിം നാമധാരിയായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? പക്ഷെ പിടിയിലായത് ഒരു സവർണ വ്യക്തിത്വത്തിൽപ്പെട്ടയാളായ. ഞാൻ പറഞ്ഞു വരുന്നത്, ആ ചെറുപ്പക്കാരൻ അതിനെക്കുറിച്ച് ജന്മഭൂമി എഴുതിയത്, അതിന് വെച്ച് വർഗീയത പ്രചരിപ്പിക്കാൻ നോക്കിയത് ഒക്കെ നമ്മൾ കണ്ടതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല. എന്തിനായിരുന്നു ആ ചെറുപ്പക്കാരൻ അവിടെ ബോംബ് വെച്ചത്? ചെറുപ്പക്കാരൻ പറഞ്ഞു, എനിക്ക് തൊഴിലില്ല, ജോലിയില്ല. നോക്കൂ നിങ്ങൾ, നരേന്ദ്രമോദി പറയുന്നു, ബംഗ്ലാദേശിലെയും പാകിസ്ഥാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും ദുരിതമനുഭവിക്കുന്ന, പീഡനമനുഭവിക്കുന്ന ഹിന്ദുവിനെ കാണുന്നില്ലേ?
അവിടെ മതപീഡനത്തിനിരയാകുന്ന ഹിന്ദുവിന് ഇവിടെ അഭയം കൊടുക്കുന്നതിൽ എന്താണ് മാർക്സിസ്റ്റുകാർക്ക് കുഴപ്പം? എന്താണ് ഇവിടെയുള്ള ഈ സമരക്കാർക്ക് കുഴപ്പം? ഞങ്ങൾ തിരികെ ചോദിക്കുന്നു മോദിയോട്, എന്തിനാണ് അതിരുകൾക്കപ്പുറത്തുള്ള ഹിന്ദുവിന്റെ കണ്ണുനീർ നോക്കുന്നത്? ഇന്ത്യയിലെ ഹിന്ദുവിന്റെ കണ്ണുനീർ നീ കാണുന്നില്ലേ? നവംബർ മാസം 8-ാം തീയതി നോട്ട് നിരോധിച്ചതിന്റെ പേരിൽ മാത്രം തകർന്നു തരിപ്പണമായ വ്യവസായങ്ങളുടെയും കലകളുടെയും കമ്പോളങ്ങളുടെയും കൂട്ടത്തിൽ ഹിന്ദുവിലെ ആ ഹിന്ദുവിന്റെ കണ്ണുനീർ എന്തുകൊണ്ട് കാണുന്നില്ല? സഹികെട്ട് ജോലി കിട്ടാതെ ജോലി തേടി അലഞ്ഞ് നിവർത്തിയില്ലായ്മയുടെ പാരമ്പരയിൽ വെച്ച ഒരു വിമാനത്താവളത്തിൽ ബോംബ് വെക്കാൻ പോയ ഹിന്ദുവിനെ നീ കാണുന്നില്ലേ? ആ ഹിന്ദുവിന്റെ സംഘർഷഭരിതമായ മനസ്സും കണ്ണുനീരും നീ എന്തേ കാണാത്തത്? ഈ കരുനാഗപ്പള്ളിയിൽ വ്യത്യസ്തരായ രാഷ്ട്രീയക്കാരുണ്ടാകും, വ്യത്യസ്തക്കാരായ മതക്കാരുണ്ടാകും. ഞാൻ ചോദിക്കുന്നു, നോട്ട് നിരോധനത്തിനും GSTക്കും ശേഷം ഗതി പിടിച്ച ഒരു കച്ചവടക്കാരന്റെ പേര് പറയാമോ? അതിൽ ഹിന്ദുവില്ലേ? ആ ഹിന്ദുവിന്റെ വിഷമം എന്തുകൊണ്ട് കാണുന്നില്ല? വീട്ടിലേക്ക് പൗരത്വത്തെക്കുറിച്ച് സംസാരിക്കാൻ കടന്നു വരുന്നതിന് മുമ്പ് ആദ്യം പട്ടിണിയെക്കുറിച്ചും പെട്രോളിനെ കുറിച്ചും പാചകവാതകത്തെക്കുറിച്ചും സംസാരിക്കും സുഹൃത്തെ, സംഘമിത്രമേ എന്ന് മുഖത്ത് നോക്കി പറയണം. എന്നിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറയണം. നിങ്ങൾ ഏതെങ്കിലും ഒരു പെട്രോൾ പമ്പിൽ ഹിന്ദു പെട്രോൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഏതെങ്കിലും ഒരു പെട്രോൾ പമ്പിൽ മുസ്ലിം പെട്രോൾ കണ്ടിട്ടുണ്ടോ? റൈഹാനത്ത് താത്താന്റെ വീട്ടിൽ അടുക്കളയിൽ ഇറക്കി വെച്ച് ഗ്യാസ് കുറ്റിക്ക് പൈസ വാങ്ങുന്നതും ഒരേ പൈസ, തൊട്ടപ്പുറത്ത് രാധ ചേച്ചിന്റെ വീട്ടിൽ നിന്ന് വാങ്ങുന്ന ഒരേ പൈസ. പാചകവാതകത്തിനും മതമില്ല സാർ. എങ്കിൽ ദുരിതമനുഭവിക്കുന്ന മനുഷ്യരും മതവ്യത്യാസങ്ങൾക്കപ്പുറത്ത് ഒരുമിച്ചൊന്നായി നിനക്കെതിരെ പടപ്പുറപ്പാടിലിറങ്ങും. അതാണ് ഞാൻ പറഞ്ഞത്. CAAക്ക് മുമ്പേ തന്നെ കർഷകർ ഇറങ്ങി. അന്ന് നമ്മളൊന്നും അധികം ശ്രദ്ധിച്ചിരുന്നില്ലത്. നമ്മുടെ പ്രശ്നമല്ലല്ലോ നമ്മൾ കരുതി. ഇന്ന് നമ്മൾ തിരിച്ചറിയുന്നത് നമ്മുടെ എല്ലാം പ്രശ്നമാണ്. നാട് വിഭജിക്കപ്പെടുന്ന പ്രശ്നമാണെങ്കിൽ നമ്മുടെ നാട് വിഭജിക്കപ്പെടാൻ പാടില്ല. ഇവിടെ ഉയർന്നു വരേണ്ടത് സെക്കുലർ സമരമാണ്. സെക്കുലർ ഇന്ത്യക്ക് വേണ്ടി സെക്കുലർ സമര മാതൃകയാണ് ഉയർന്നു വരേണ്ടത്. മതേതര ഇന്ത്യക്കായി മതേതര സമര മുന്നണി, മതേതര സമര ഭൂമിക. അതിൽ ഹിന്ദു ഉണ്ടാകണം, മുസ്ലിം ഉണ്ടാകണം, ക്രിസ്ത്യൻ ഉണ്ടാകണം, ഇന്ത്യക്കാരായ മുഴുവൻ മനുഷ്യരും ഉണ്ടാകണം. എനിക്ക് മതമുണ്ടാകും, എനിക്ക് മതമില്ലാതിരിക്കും. പക്ഷേ ഞാൻ ആത്യന്തികമായി ഇന്ത്യക്കാരനാണ്. ഇസ്ലാമിന്റെ വേദഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ ശരീഫാണെങ്കിൽ, ക്രൈസ്തവനത് ബൈബിളാണെങ്കിൽ, ഹിന്ദുവിന് രാമായണമോ മഹാഭാരതമോ മറ്റു പുരാണങ്ങളോ ഇതിഹാസങ്ങളോ ഭഗവത്ഗീതയോ ആണെങ്കിൽ എല്ലാ മനുഷ്യർക്കുമായി, ഇന്ത്യക്കാർക്കെല്ലാവർക്കുമായി ഒരു വേദഗ്രന്ഥം ഇന്ത്യയിലുണ്ട്. ആ വേദഗ്രന്ഥത്തിന്റെ പേര് ദ ഹോളി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്നാണ്. വിശുദ്ധമായ ഇന്ത്യയുടെ ഭരണഘടനയാണ്. ആ ഭരണഘടന അനുമതി തന്നതുകൊണ്ട് മാത്രമാണ് തൊട്ടുപിറകിൽ മിനാരത്തിൽ ഇശാ നമസ്കാരത്തിലേക്ക് മുഴുവൻ പേരെയും ക്ഷണിച്ചുകൊണ്ട് വാങ്ങുയർന്നത്. ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യമാണ്. ഞാൻ നിന്നോട് സംസാരിക്കുന്നത്, നിങ്ങൾ എന്നെ കേൾക്കുന്നത്, നിങ്ങൾ എന്നെ നല്ല ഭാഷയിൽ വിമർശിക്കുന്നത്, ഞാൻ നിങ്ങളെ നല്ല ഭാഷയിൽ വിമർശിക്കുന്നത്, നമ്മളെല്ലാവരും ചേർന്ന് ഭരണകർത്താക്കളെയും കോടതിയെയും പോലും ഭാഷയിൽ വിമർശിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന നൽകുന്ന ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന് എഴുതി വെച്ചിരിക്കുന്ന അക്ഷരങ്ങളുടെ ചുവട്ടിലും ശക്തിയിലും മാത്രമാണ്. ഇന്ത്യൻ ഭരണഘടനയാണ് കരുത്ത്. ഞാനും നിങ്ങളും വോട്ട് ചെയ്യുന്നത്, എന്റെയും നിങ്ങളുടെയും പ്രതിനിധികൾ എന്റെയും നിങ്ങളുടെയും ശബ്ദമായി പാർലമെന്റിൽ മാറുന്നത് ഒക്കെ ഇന്ത്യയുടെ ഹോളി കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്ന ഉറപ്പിലാണ്, ആ കരുത്തിലാണ്. ആ ഭരണഘടന മരിക്കാൻ പാടില്ല. Who lives in India dies, who dies in India lives. ഇന്ത്യ ഭരിക്കുകയാണെങ്കിൽ ആരാണ് ജീവിച്ചിരിക്കുക? ഇന്ത്യ ജീവിച്ചിരിക്കുകയാണെങ്കിൽ പിന്നെ ആരാണ് ഭരിക്കുക? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, ഇവിടെ ഞാനും നിങ്ങളും ഒരുമിച്ചിരിക്കുന്നത് ഇന്ത്യ ഭരിക്കാതിരിക്കാനാണ്, സെക്കുലറിന്റെ ഭരിക്കാതിരിക്കാനാണ്. ഇന്നും ഇതാ കൊടും ശൈത്യത്തിൽ ഷഹീദ് ബാഗിലെ ഉമ്മമാരും ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളും ജാമിയ മില്ലിയ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളും വന്ധ്യവയോധികനായിട്ട് പോലും പരിണിതപ്രജ്ഞനായ രാമചന്ദ്ര ഗുഹ എന്ന എഴുത്തുകാരനും ചരിത്രകാരനും തെരുവിൽ നിന്നുകൊണ്ടുള്ള കമുദ്രാവാക്യം വിളിക്കുന്നുവെങ്കിൽ ദീപിക പദൂൺ മുതൽ ഇവിടത്തെ കേരളത്തിലെ നടീനടന്മാരുൾപ്പെടെ ജാതി മത ഭേദങ്ങൾക്കപ്പുറത്ത്, രാഷ്ട്രീയത്തിന്റെ ചിന്തകൾക്കപ്പുറത്ത് ഒരൊറ്റ മനസ്സോടെ ഇന്ത്യ ഭരിക്കാതിരിക്കാനെന്ന സമര മുന്നണിയിൽ നിൽക്കുന്നുണ്ട് എങ്കിൽ കൂടുതൽ പേർ സമരമായി മാറുക. എന്താണ് സമരമായി മാറുക എന്നാൽ അതിന്റെ അർത്ഥം, എനിക്കറിയാവുന്ന എന്റെ ഒരു സുഹൃത്ത് ഇക്കാര്യത്തിൽ വേണ്ടത്ര പഠിച്ചിട്ടില്ലെങ്കിൽ അവനെ ഇത് പഠിപ്പിക്കാൻ ഞാൻ മുൻകൈയെടുക്കുന്നത് ഒരു സമരമാണെന്ന് ഞാൻ നിങ്ങളോട് പറയും. മഹത്തായ
സമരമാണെന്ന് പറയും. തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു സുഹൃത്ത് എനിക്കുണ്ട് എങ്കിൽ ആ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട സുഹൃത്തിന്റെ തെറ്റിദ്ധാരണ മാറ്റൽ ഒരു മഹത്തായ രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന് ഞാൻ പറയും. ആ തെറ്റിദ്ധാരണകൾ മാറ്റാൻ വേണ്ടി ഈ വിഷയം കൂടുതൽ ശ്രദ്ധയോടെ ആഴത്തിൽ സ്വയം പഠിക്കുന്നത് ഒരു പ്രബുദ്ധമായ രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന് ഞാൻ പറയും. പ്രബുദ്ധമായ സമരമാണെന്ന് ഞാൻ പറയും. അതുകൊണ്ട് ഓരോ മനുഷ്യനും സമരമാവുക. മഹാസമരങ്ങൾ വിജയിക്കും. എല്ലാ കോട്ടകൊട്ടലങ്ങളും പുരാവസ്തുവാകും. എല്ലാ പീരങ്കികളും നിശബ്ദമായി തുരുമ്പെടുക്കും. വെളിച്ചം കടക്കാത്ത അറകളിലൂടെ സുൽത്താൻമാർ ഒളിച്ചോടും. ഉറക്കച്ചടവില്ലാത്ത എന്റെ കുട്ടികൾ ഇതെല്ലാം കൗതുകപൂർവ്വം നോക്കിക്കാണും. കടമ്മനിട്ടയെ നമുക്ക് ഓർമ്മിക്കാം. കടമ്മനിട്ടയുടെ വരികൾ ഓർമ്മിക്കാം. എല്ലാ ഏകാധിപതികളും ഒന്നുകിൽ തൂക്കിലേറ്റപ്പെട്ടു. എല്ലാ ഏകാധിപതികളും എല്ലാ സ്വേച്ഛാധിപതികളും വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തവരാകാം. അങ്ങനെ ഇതാ ഇന്നത്തെ ഇന്ത്യയിലെ ഏകാധിപതികൾക്കും ചരിത്രം കരുതി വച്ചിരിക്കുന്നത് ഇതൊക്കെ തന്നെയായിരിക്കും. ഇത് മാത്രമായിരിക്കും. എല്ലാ കോട്ടകൊട്ടലങ്ങളും പുരാവസ്തുവാകും. എല്ലാ പീരങ്കികളും നിശബ്ദമായി തുരുമ്പെടുക്കും. വെളിച്ചം കടക്കാത്ത അറകളിലൂടെ അല്ല ഏകാധിപതികളെ നിങ്ങൾക്ക് ഒളിച്ചോടേണ്ടി വരും. അപ്പോഴും ഉറക്കച്ചടവില്ലാത്ത എന്റെ കുട്ടികൾ ഇതെല്ലാം കൗതുകപൂർവ്വം നോക്കിക്കാണും. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിജയിക്കും. കാരണം ഇന്ത്യയാണ് ശരി, നമ്മളാണ് ശരി. അവർ തോൽക്കും. കാരണം അവർ തെറ്റാണ്, തെറ്റുമാത്രമാണ്. ഇന്ത്യൻ ഭരണഘടനയെ സംരക്ഷിക്കാൻ നമുക്ക് പോരാട്ടത്തിൽ ഒരിച്ചു പോലും പുറകോട്ട് പോകാതെ വീണ്ടും ഉറക്കെ ഇനിയും ഉറക്കെ ഈ ഗുലാം വിളിച്ച് ഇന്ത്യക്ക് വേണ്ടി മുദ്രാവാക്യങ്ങളുമായി തെരുവിൽ നിൽക്കാം. ഓരോ നിമിഷവും മനസ്സ് നമുക്ക് സമരസാന്ദ്രമാക്കാം. നിങ്ങളെ ഡിവൈഎഫ്ഐ എന്ന കേരളത്തിലെ യുവജന പ്രസ്ഥാനത്തിന് വേണ്ടി ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അഭിവാദ്യം ചെയ്ത ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു, നിർത്തുന്നു. അഭിവാദനം.